മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പുതുവത്സരത്തിലെ ജ്യോതിഷത്തിന്റെ ദേവപ്രശ്നം പഠിക്കാൻ വന്ന എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കൂടുതലൊന്നും ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നില്ല. നമുക്ക് ആദ്യമായിട്ട് ജ്യോതിഷത്തിലെ പ്രശ്നത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് നല്ല ചെറിയ ഒരു ഐഡിയ ഉണ്ട്. ചെറിയ ഐഡിയ മതി, വലിയ ഐഡിയ ഒന്നും വേണമെന്നുള്ള നിർബന്ധമില്ല. ഇപ്പോൾ പഞ്ചാംഗ വിഷയമൊക്കെ കുറിച്ച് നമുക്ക് അറിയാം. അതല്ലെങ്കിൽ എക്സാമ്പിൾ ഇടുമ്പോൾ അല്ലെങ്കിൽ രണ്ടാമത്തെ പഞ്ചാംഗ വിഷയമൊക്കെ സംസാരിച്ചു വരാം. നമുക്ക് ആദ്യം പാപചിന്ത പഠിച്ചാൽ നന്നായിരിക്കും എന്നുള്ളതാണ്. 12 പാപങ്ങളെയും കുറിച്ച് ചിന്തിക്കേണ്ടത് എന്തൊക്കെ കൊണ്ട് ചിന്തിക്കണം. നമ്മൾ സാധാരണയായിട്ട് മനുഷ്യരെ പ്രശ്നമാണെങ്കിൽ ദേഹസ്യ സൗഷ്ഠവം സ്വാസ്യം സ്ഥിതി എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. ദേവപ്രശ്നത്തിൽ 12 പാപത്തിനെയും കുറിച്ച് എന്തൊക്കെ ചിന്തിക്കണം എന്ന് മാത്രം പഠിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഭംഗിയായിട്ട് പഠിച്ചിട്ട് പോകുന്നതാണ് നല്ലത്. പഠിച്ചിട്ട് നമ്മൾ ആവശ്യമില്ലാതെയിട്ട് ക്ലാസ്സിനായിട്ട് വലിച്ചു നീട്ടണ്ട. ഓരോ ക്ലാസ്സും വിലപ്പെട്ടതാണ്. ഓരോ ക്ലാസ്സും നമുക്ക് സംതിങ് എന്തെങ്കിലും കിട്ടി എന്ന് തോന്നണം. ഒരു ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നത്തക്ക രീതിയിൽ ഉള്ള ക്ലാസ് ആയിരിക്കണം നമ്മൾ എടുക്കുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ വലിച്ചു നീട്ടാതെ കാര്യത്തിലേക്ക് കടന്നു പോകാം എന്നുള്ളതാണ് ഉദ്ദേശം. എന്ത് പറയുന്നു? അങ്ങനെ ആയിക്കോട്ടെ സാർ. ശരി, ഓക്കെ. അപ്പോഴെല്ലാവരും പ്രശ്ന കൗതുകം എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ചെറിയ ബുക്കാണ്, പ്രശ്നത്തിനെ കുറിച്ച് നല്ല ബുക്കുമാണ്. അതിനകത്ത് ആവശ്യമില്ലാത്തതൊന്നുമില്ല, കളയാനൊന്നുമില്ല. നല്ലൊരു ബുക്ക്. അത് എഴുതിയത് പഞ്ചാംഗം പുസ്തകശാലയുടെ ബുക്കാണ്. ചെറിയ ബുക്ക്. ഇത് ഉഴുത്ര വാര്യരാണ് അതിൻ്റെ ഗ്രന്ഥകർത്താവ്. ഉഴുത്ര വാര്യർ. അതിൻ്റെ സമ്പാദകൻ വന്നിട്ട് പുളിയത്ത് കൃഷ്ണൻകുട്ടി ഗുപ്തൻ. പഞ്ചാംഗം പുസ്തകശാലയിൽ കിട്ടും. പ്രശ്ന കൗതുകം ഒന്ന് നോട്ട് ചെയ്തേക്കണം. ആ ബുക്ക് എല്ലാവരും അടിയന്തരമായിട്ട് വാങ്ങണം. ആ ബുക്ക് വെച്ച് പഠിക്കുന്നതാണ് എളുപ്പം. ചുമ്മാ ആവശ്യമില്ലാതെ കിടന്ന് നമ്മൾ എഴുതേണ്ട, ബുക്ക് വെച്ച് വായിച്ചുകൊണ്ടാൽ മതി. അതിൽ ഞാൻ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാമത്തെ പടലം അല്ലെങ്കിൽ 5ാമത്തെ ചാപ്റ്റർ. അതിൽ 5ാമത്തെ ചാപ്റ്റർ ചിലപ്പോൾ ബുക്ക് മാറുമ്പോൾ, ബുക്കിൻ്റെ എഡിഷൻ മാറുമ്പോൾ ശ്ലോകം മാറിയിട്ടുണ്ടോ എന്ന് അറിയില്ല, ശ്ലോകത്തിൻ്റെ നമ്പർ മാറിയിട്ടുണ്ടോ എന്ന് അറിയില്ല. എൻ്റെ കയ്യിരിക്കുന്ന ബുക്കിൽ 88ാമത്തെ ശ്ലോകം മുതലാണ് തുടങ്ങി പോകുന്നത്. അതായത് ചാപ്റ്റർ 5 88ാമത്തെ ശ്ലോകം. ഈ ബുക്ക് എല്ലാവരുടെയും കയ്യിലുണ്ടോ? ഉള്ളവർ എത്ര പേരുണ്ട്? ഉണ്ട്. എന്റെ കയ്യിലുണ്ട് സാർ. സാറേ, പ്രശ്ന കൗതുകം പഞ്ചാംഗം പുസ്തകശാല ഉഴുത്ര വാര്യരുടെ ആ പുസ്തകം ഒന്ന് വാങ്ങാൻ നോക്കണം. അത് സാധാരണയായിട്ട് മെയിൻ ജംഗ്ഷനിലൊക്കെ കിട്ടുന്നു. തൃശ്ശൂർ, എറണാകുളം അങ്ങനെയുള്ള ഈ ആത്മീയ ബുക്കുകൾ കിട്ടുന്ന കടകളിൽ തീർച്ചയായിട്ടും അത് കിട്ടും. പഴയ എഡിഷൻ ആയാലും കുഴപ്പമില്ല, പുതിയ എഡിഷൻ ആയാലും കുഴപ്പമില്ല. പ്രപ്പോസലുണ്ട് സാർ. പാളയത്ത് ഈസ്റ്റ് ഫോർട്ടിൽ പ്രപ്പോസലുണ്ട്. പ്രപ്പോസൽ ഇല്ലാത്തതൊന്നുമില്ല. പ്രപ്പോസൽ എല്ലാം ഉണ്ട്. എല്ലാ ബുക്കും പ്രപ്പോസലുണ്ട്. ഞാൻ പറഞ്ഞ കേരളം, നമ്മുടെ തിരുവനന്തപുരം വിട്ടു പോകുന്നവർക്ക് ഉള്ള കാര്യമാണ്. തിരുവനന്തപുരമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയുന്നവർ കൊടുത്തയച്ചാലും അവർ വാങ്ങിച്ചുകൊണ്ട് വരും. അസ്ട്രോളജിയുടെ സെക്ഷനിൽ കയറിയിട്ട്
ഈ ബുക്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. അതിനകത്ത് 5ാമത്തെ ചാപ്റ്ററിൽ 88ാമത്തെ ശ്ലോകമാണ്. ഏകദേശം ഭാഷാ ശ്ലോകം പോലെ ഇരിക്കും. ഭയങ്കരമായ കട്ടി സംസ്കൃതമൊന്നുമല്ല, പഠിക്കാൻ നല്ല എളുപ്പം. ഇത് കുറച്ച് ശ്ലോകം പഠിച്ചാലേ പറ്റുള്ളൂ. അതിലാദ്യം നമുക്ക് പഠിക്കേണ്ടത് 1ാം ഭാവം ലഗ്നം അല്ലെങ്കിൽ ആരൂഢം, സ്വർണ്ണാരൂഢം അല്ലെങ്കിൽ ലഗ്നം കൊണ്ട് എന്ത് ചിന്തിക്കാം? സാന്നിധ്യ ക്ഷേത്ര ബിംബാനി ത്രീണി ലഗ്നേ ചിന്തയേത്. സാന്നിധ്യ ക്ഷേത്ര ബിംബാനി ത്രീണി ലഗ്നേ ചിന്തയേത്. ലഗ്നം കൊണ്ട് സാന്നിധ്യം, ക്ഷേത്രം, ബിംബം, ഈ 3 കാര്യവും ചിന്തിക്കണം. എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് രണ്ടാമത് പഠിക്കാം. സാന്നിധ്യ ക്ഷേത്ര ബിംബാനി, സാന്നിധ്യം, ദേവസാന്നിധ്യം ഏതാണ്, അവിടെ ഏത് ദേവന്റെ സാന്നിധ്യം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതൊക്കെ ലഗ്നം കൊണ്ടാണ്. ക്ഷേത്രം ബിംബാനി, ബിംബത്തിനെ കുറിച്ച് അറിയുന്നത്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. സാന്നിധ്യ ക്ഷേത്ര ബിംബാനി ത്രീണി ലഗ്നേ ചിന്തയത്. ലഗ്നം അല്ലെങ്കിൽ ആരൂഢം, അത് നമ്മൾ ലഗ്നമാണ് എടുക്കണമെങ്കിൽ ലഗ്നമാകാം, സ്വർണ്ണാരൂഢമെങ്കിൽ സ്വർണ്ണാരൂഢം, താമ്പൂലാരൂഢമെങ്കിൽ താമ്പൂലാരൂഢം, എന്തെടുക്കുന്നുവോ അത്. സാന്നിധ്യ ക്ഷേത്ര ബിംബാനി ത്രീണി ലഗ്നേ ചിന്തയേത്. ഇത് ഒരു ചെറിയ പോയിന്റാണ്. ആദ്യം അങ്ങനെ ചെറുതായിട്ട് പഠിക്കുകയാണ്, എന്നിട്ട് നമ്മൾ വിപുലീകരിച്ച് രണ്ടാമത് പഠിക്കും. രണ്ടാമത് പറയുന്നത് 2ാം ഭാവം കൊണ്ട് എന്ത് ചിന്തിക്കാം? നിധി കോശ ധനായാന രക്ഷകൻ അർത്ഥരാശിനാം. നിധി കോശ ധനായാന, നിധി 2ാം ഭാവം കൊണ്ട് നിധി, ഭണ്ഡാരം, ധനാഗമം, രക്ഷകന്മാർ. നിധി കോശം വെച്ചാൽ ഭണ്ഡാരം. നിധി കോശം, ധനായന ധനവരവ്, രക്ഷകന്മാരെന്ന് വെച്ചാൽ നമ്മൾ സാധാ പറയുമ്പോൾ കുടുംബക്കാരെന്ന് പറയും. രക്ഷിക്കാൻ കഴിവുള്ള ആളുകൾ, രക്ഷകന്മാർ, കുടുംബക്കാർ, ഇവരെയൊക്കെ 2ാം ഭാവം കൊണ്ട് ചിന്തിക്കണം. നിധി 2ാം ഭാവം സാധാരണ നമ്മൾ പറയുന്നത് പോലെ തന്നെ നിധി കോശം ധനം. നിധി കോശം വെച്ചാൽ ഭണ്ഡാരം, ധനം ധനാഗമം, ധനത്തിൻ്റെ വരവ്. നിധി ധനത്തിൻ്റെ വരവ്, ഭണ്ഡാരം, രക്ഷകന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബക്കാരെന്ന് പറയും സാധാരണയായിട്ട്. ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കുടുംബക്കാരെയൊക്കെ ചിന്തിക്കുന്നത് 2 കൊണ്ടാണ്. അപ്പോൾ സാന്നിധ്യ ക്ഷേത്ര ബിംബാനി ത്രീണി ലഗ്നേ ചിന്തയേത്. നിധി കോശ ധനായാന രക്ഷകൻ അർത്ഥരാശിന. ഇതാണ് 2ാം ഭാവം കൊണ്ട്. ഒരു 5-6 ഭാവം പഠിച്ചിട്ട് നമുക്ക് എഴുതാം. അടുത്ത 3ാം ഭാവം കൊണ്ട് ചിന്തനീയ തൃതീയേന നിവേദ്യ പരിചാരക. പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യം പഠിക്കുന്നത്. ഇനി അതിനെ എക്സ്പാൻഡ് ചെയ്ത് രണ്ടാമത് പഠിക്കാം. ചിന്തനീയ, ചിന്തിക്കേണ്ടത്. തൃതീയ 3ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് നിവേദ്യ പരിചാരക, നിവേദ്യവും പരിചാരകനും. നിവേദ്യം എന്ന് പറയുമ്പോൾ ഏത് നിവേദ്യം എന്നുള്ളത് രണ്ടാമത് പഠിക്കാം. നിവേദ്യം 2 രീതിയിലും, മഹാനിവേദ്യമുണ്ട്, സാധാ നിവേദ്യവുമുണ്ട്. തണ്ടുലീകരണ, പാത്രശുദ്ധിനി എന്നൊക്കെ പറയും. നിവേദ്യവും പരിചാരകന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവേദ്യത്തിന് വേണ്ടി ഒരുക്കുന്ന ആൾക്കാരാണ്. പരിചാരകൻ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നിവേദ്യപരമായ കാര്യങ്ങളെ ഒരുക്കുന്നവർ. നിവേദ്യപരമായ കാര്യങ്ങളെ ഒതുക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ല് കുത്തുന്നവർ, പാത്രം കഴുകുന്നവർ, അടിച്ചു തളിക്കാർ, നിവേദ്യം മുതലായ സാധനങ്ങളെ ഒരുക്കുന്നവരാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പരിചാരകന്മാർ. ആ നെല്ല് കുത്തുന്നവർ. ഇപ്പോഴും നെല്ല് കുത്താനൊന്നും ആളില്ല, വേണമെങ്കിൽ അരി കഴുകുന്നവരെന്ന് പറയാം. അരിയിൽ കിടക്കുന്ന, പണ്ടൊക്കെ നെല്ല് കുത്തുക, അരിയിൽ കിടക്കുന്ന നെല്ല് പറക്കുക, ഇതിനൊക്കെ ആൾക്കാരുണ്ട്. കല്ല് പറക്കി മാറ്റുക. ഇന്ന് അതൊന്നുമില്ല. ഇന്ന് അതെല്ലാം വൃത്തിയായിട്ടുള്ള സാധനങ്ങൾ കിട്ടും. പാത്രം കഴുകുന്നവർ, അടിച്ചു തളിക്കാർ, നിവേദ്യം മുതലായ സാധനങ്ങൾ ഒരുക്കി വയ്ക്കുന്നവരൊക്കെയാണ് 3ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത്. ചിന്തനീയ തൃതീയന നിവേദ്യ പരിചാരക. നിവേദ്യവും പരിചാരകന്മാർ എന്നിവയും 3ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നു. പരിചാരകന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞവർ തണ്ടുലീകരണ, പാത്രശുദ്ധിനി, അന്ന പായസ നിവേദ്യകാരണ എന്ന് പറയും. പാത്രമൊക്കെ കഴുകി വയ്ക്കുന്നവർ,
അരി മുതലായ സാധനങ്ങളെ സൂക്ഷിക്കുന്നവർ. ഇപ്പം നെല്ല് കുത്തുക എന്ന് പറഞ്ഞിരുന്ന ഒരിടത്തുമില്ല, ഒരു സ്ഥലത്തുമില്ല, അങ്ങനെ ഒരു ഇടപാടേ ഇല്ല. പിന്നെ പാലക്കാട് ഭാഗത്തൊക്കെ നെല്ലൊക്കെ വിളവിക്കുന്ന സ്ഥലത്ത് അങ്ങനെ ക്ഷേത്രങ്ങളിൽ ഉണ്ടോ എന്നറിയില്ല, നെല്ല് കുത്തി അരി എടുക്കുന്ന സ്ഥലം ഉണ്ടോ എന്നറിയില്ല. പാലക്കാടൊക്കെ നെല്ലിൻ്റെ സ്ഥലമാണ്, അവിടെ ഉണ്ടോ എന്നറിയില്ല. അല്ലാതെ പാത്രം ശുദ്ധീകരിക്കുന്ന പാത്രങ്ങളും വിളക്കുകളും ഒക്കെ കഴുകി, പാത്രങ്ങൾ മാത്രമല്ല വിളക്കുകളൊക്കെ കഴുകി വയ്ക്കുന്നവർ, അരി മുതലായ നിവേദ്യത്തിൻ്റെ സാധനത്തിനെ കഴുകി വൃത്തിയാക്കുന്നവർ, പിന്നെ നിവേദ്യത്തിന് ആവശ്യമായ സാധനങ്ങളൊക്കെ റെഡിയാക്കുന്നവർ, അടിച്ചു തളിക്കാർ, ഇവരെയൊക്കെ മൂന്നാം ഭാവം കൊണ്ട് ചിന്തിക്കണം. എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് രണ്ടാമത് നോക്കാം. ഇപ്പോഴാ പോയിന്റ് മാത്രം. നിവേദ്യവും മൂന്നാം ഭാവം കൊണ്ട് ചിന്തിക്കണം. നിവേദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് രണ്ടാമത് നോക്കാം. നിവേദ്യത്തിനെ സൂചിപ്പിക്കുന്നതും മൂന്നാം ഭാവം കൊണ്ട്. ഇപ്പൊ ചിന്തനീയ തൃതീയേന നിവേദ്യ പരിചാരക, ചിന്തനീയ തൃതീയേന നിവേദ്യ പരിചാരക. ഇനി പ്രസാദ മണ്ഡപ ആദീന്യു ഉപവേശ്മാനി വാഹനം ക്ഷേത്രപ്രദേശമഖിലം ചതുർത്ഥേന വിചിന്തയേത്. അത് ലാസ്റ്റ് പോയിന്റാണ് ആവശ്യം. പ്രസാദം, മണ്ഡപം, തിടപ്പള്ളി മുതലായ ഉപഗ്രഹങ്ങളും വാഹനം, ക്ഷേത്രപ്രദേശം മുതലായ എല്ലാം നാലാം ഭാവം കൊണ്ട് ചിന്തിക്കണം. നാലാം ഭാവം കൊണ്ട് ക്ഷേത്രപ്രദേശം അഖിലം, ജലാശയങ്ങൾ, കിണർ, ക്ഷേത്രത്തിൻ്റെ മണ്ഡപം, പ്രസാദം, തിടപ്പള്ളി, ഉപഗ്രഹങ്ങൾ, വാഹനം, ഇതെല്ലാം നമുക്ക് ഡീറ്റെയിലായി രണ്ടാമത് പഠിക്കാം. ഇതെല്ലാം നാലാം ഭാവം. നാലാം ഭാവം എന്ന് വെച്ചാൽ നമ്മൾ ഭൂമി സംബന്ധമായ കാര്യം, വീടൊക്കെയാണ് 4. ഇവിടെ ഭഗവാന്റെ ഭൂമിയും ഭഗവാന്റെ വീടും അത്ര തന്നെ, അങ്ങനെ എടുത്തുകൊണ്ടാൽ മതി. കിണറും കൂടെ വരും. കിണർ കാര്യങ്ങളെല്ലാം നാലാം ഭാവം കൊണ്ട് എടുക്കണം. പ്രസാദ മണ്ഡപ ആദിന്യ ഉപവേശ്മാനി വാഹനം ക്ഷേത്രപ്രദേശമഖിലം ചതുർത്ഥേന വിചിന്തയേത്. അതിൽ തന്നെ അടങ്ങും ക്ഷേത്രപ്രദേശമഖിലം, ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രദേശവും നാലാം ഭാവം കൊണ്ട് ചിന്തിക്കണം. ക്ഷേത്രപ്രദേശമഖിലം വിചിന്തയേത്. പ്രസാദം, മണ്ഡപം, മണ്ഡപം, തിടപ്പള്ളി, ഉപഗ്രഹങ്ങൾ, ചെറിയ ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം വരും. ചെറിയ കെട്ടിടങ്ങൾ എല്ലാം ഇതിനകത്ത് വരും. ഉപഗ്രഹങ്ങൾ, വാഹനം, ദേവന്റെ വാഹനം ഏതൊക്കെ നമ്മൾ പഠിക്കാം, രണ്ടാമത് പഠിക്കാം. വാഹനം, ക്ഷേത്രപ്രദേശം മുതലായതെല്ലാം നാലാം ഭാവമുണ്ട്. അതിൽ കിണറും എല്ലാം വരും. കിണർ, ജലാശയങ്ങൾ, മറ്റ് കുളം, ജലാശയങ്ങൾ എല്ലാം നാലാം ഭാവം കൊണ്ട് വരും. പ്രസാദ മണ്ഡപ ആദിന്യ ഉപവേശ്മാനി വാഹനം ക്ഷേത്രപ്രദേശം അഖിലം ചതുർത്ഥേന വിചിന്തയേത്. ക്ഷേത്രപ്രദേശമഖിലം ചതുർത്ഥേന വിചിന്തയേത്. ഇനി 5ാം ഭാവം ഒരു പ്രധാനപ്പെട്ട ഭാവം. 5 എന്ന് പറയുമ്പോൾ സാന്നിധ്യമഭി ബിംബം ച പഞ്ചമേനാഥ ചിന്തിതാം. സാന്നിധ്യവും ബിംബവും. ബിംബത്തിന് നമ്മൾ 1ാം ഭാവം കൊണ്ട് സാന്നിധ്യവും ബിംബവും പറഞ്ഞു, ഓർമ്മയുണ്ടോ? 5ാം ഭാവം കൊണ്ടും സാന്നിധ്യവും ബിംബവും പറയാം. 1ഉം 5ഉം 8ഉം സാന്നിധ്യ ഭാവങ്ങളെന്ന് പറയും. 1ഉം 5ഉം 8ഉം 1ന് പറഞ്ഞ അതേ കാര്യങ്ങൾ 5നും വരുന്നു. സാന്നിധ്യമഭി ബിംബം ച പഞ്ചമേനാഥ ചിന്തിയതാം. സാന്നിധ്യം ലഗ്നത്തിന് പറഞ്ഞത് സാന്നിധ്യ ക്ഷേത്ര ബിംബാനി. സാന്നിധ്യം, ക്ഷേത്രം, ബിംബം 1ന് പറഞ്ഞു. ഇവിടെ 5ന് പറയുന്നതും സാന്നിധ്യമഭി ബിംബം ച പഞ്ചമേനാഥ ചിന്തിയതാം. ദേവസാന്നിധ്യവും ബിംബവും 5ാം ഭാവം കൊണ്ട് ചിന്തിക്കണം. അപ്പോൾ 1ഉം 5ഉം ഒരേ കാര്യമാണ് വരുന്നത്, സാന്നിധ്യവും ബിംബവും. 1ഉം 5ഉം സാന്നിധ്യവും ബിംബവും. പിന്നെ 5ന് കൊണ്ട് മന്ത്രസ്ഥാനമൊക്കെ 5 കൊണ്ടാണ് ചിന്തിക്കുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് രണ്ടാമത് പഠിക്കാം. ആദ്യം ചെറിയ ഒരു ഇൻട്രൊഡക്ഷനാണ് ആദ്യം വരുന്നത്. സാന്നിധ്യമഭി ബിംബം ച പഞ്ചമേനാഥ ചിന്തിയതാം. 5ാം ഭാവ പഞ്ചമേനാഥ, പഞ്ചമം കൊണ്ടും പഞ്ചമനാഥനെ കൊണ്ടും 5ാം ഭാവം കൊണ്ടും 5ാം ഭാവാധിപനെ കൊണ്ടും സാന്നിധ്യവും ബിംബവും ചിന്തിക്കുക. അപ്പോൾ ഈ 5 ഭാവമാണ് ഇപ്പോൾ പഠിച്ചത്. ഒന്നുകൂടെ പറയാം. സാന്നിധ്യ ക്ഷേത്ര ബിംബാനി ത്രീണി ലഗ്നേ ചിന്തയേത്. സാന്നിധ്യവും ക്ഷേത്രവും ബിംബവും ലഗ്നം കൊണ്ട് ചിന്തിക്കുക.
നിധികോശ ധനായാന രക്ഷകൻ അർത്ഥരാശിന. അർത്ഥരാശി അർത്ഥം ധനം, ധനരാശി. ധനരാശി എന്ന് വെച്ചാൽ രണ്ടാം ഭാവം. നിധി, ഭണ്ഡാരം, ധനമാർഗം, രക്ഷകന്മാർ, കുടുംബക്കാർ എന്നിവരെയൊക്കെ രണ്ടുകൊണ്ട് ചിന്തിക്കാം. ചിന്തനീയ തൃതീയേന നിവേദ്യ പരിചാരക. നിവേദ്യവും ഭഗവാന് കൊടുക്കേണ്ട നിവേദ്യവും പരിചാരകന്മാരെയും മൂന്നാം ഭാവം കൊണ്ട് ചിന്തിക്കാം. പരിചാരകന്മാരാകുമ്പോൾ നെല്ല് കുത്തുന്നവർ, അല്ലെങ്കിൽ നെല്ല് കുത്തുന്നവർ, അടിച്ചു തളിക്കാർ, പാത്രം കഴുകുന്നവർ, നിവേദ്യം മുതലായ ഒരുക്കുന്നവരൊക്കെയാണ് മൂന്നാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ട പരിചാരകന്മാർ. പരിചാരകന്മാർ വെച്ചാൽ മറ്റു കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി ഒന്നുമല്ല, അതൊക്കെ വേറെ ഭാവമുണ്ട്. ഇനി നാലാം ഭാവം കൊണ്ട് പ്രസാദം, മണ്ഡപം, ഉപഗ്രഹങ്ങൾ, വാഹനം, കിണർ, ക്ഷേത്രത്തിൻ്റെ മറ്റു പ്രദേശങ്ങളെല്ലാം, ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കെട്ടിടങ്ങളെല്ലാം, ജലാശയങ്ങളെല്ലാം, ജലാശയം, കിണർ, കുളം, കിണർ തുടങ്ങിയ ജലാശയങ്ങൾ, ഭഗവാന്റെ വാഹനം അല്ലെങ്കിൽ ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ വാഹനം, ക്ഷേത്രപ്രദേശം അഖിലം നാലാം ഭാവം കൊണ്ട് ചിന്തിക്കാം. പ്രസാദ മണ്ഡപ ആദീന് ഉപവേശ്മാനി വാഹനം ക്ഷേത്രപ്രദേശമഖിലം ചതുർത്ഥേന വിചിന്തയേത്. അടുത്ത 5. 5ഉം 1ഉം ഒരുപോലെയാണ്. സാന്നിധ്യമഭി ബിംബം ച പഞ്ചമേനാഥ ചിന്തിതാം. സാന്നിധ്യവും ബിംബവും 5ആം ഭാവം കൊണ്ട് ചിന്തിക്കണം. ഒന്ന് എഴുതാമോ? കാരണം എല്ലാവരുടെ കയ്യിലും പുസ്തകം ഉണ്ടാവില്ല എന്നുള്ളത് അറിയാം. ഒന്ന് എഴുതുക. എഴുതാമല്ലോ? എഴുതാമോ? എങ്ങനെ? പുസ്തകത്തിന്റെ പേര് ഒന്നും കൂടെ ഒന്ന് പറയാമോ? പ്രശ്ന കൗതുകം. ചെറിയ ബുക്കാണ്. പ്രശ്ന കൗതുകം. പഞ്ചാംഗം പുസ്തകശാല, കുന്നംകുളം. അവിടെയാണ് പ്രസാധകന്മാർ. പഞ്ചാംഗം പുസ്തകശാല, കുന്നംകുളം. എഴുതിയത് ഉഴുത്ര വാര്യർ. ഗ്രന്ഥകർത്താവ് ഉഴുത്ര വാര്യർ. അതിലെഴുതിക്കോ ചാപ്റ്ററിന്റെ പേര് ദേവപ്രശ്ന വിധി. ദേവപ്രശ്ന വിധി. ദേവപ്രശ്ന വിധി. അതിൽ 88 എന്നിട്ടുണ്ട്. 88 എൻ്റെ ബുക്കിൽ 88 വരുന്നത്. പുതിയ എഡിഷൻ വരുമ്പോൾ എന്തെങ്കിലും കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ മാറ്റം വരും. അത് ഈ ശ്ലോകത്തിൻ്റെ തുടക്കം വെച്ചിട്ട് കണ്ടുപിടിച്ചുകൊണ്ടാൽ മതി. ദേവപ്രശ്ന പാവചിന്തകൾ. ദേവപ്രശ്ന പാവചിന്തകൾ. ഒന്നാം ഭാവം ലഗ്നം എന്നിട്ടുണ്ട്. ലഗ്നം, ലഗ്നം അല്ലെങ്കിൽ ആരൂഢം, അല്ലെങ്കിൽ ഏത് ആരൂഢം എടുക്കുന്നോ ആ ആരൂഢം എന്നർത്ഥം. താമ്പൂലം എടുത്തു കഴിഞ്ഞാൽ താമ്പൂലാരൂഢം. സാന്നിധ്യ, സാന്നിധ്യ, ക്ഷേത്ര ബിംബാനി. സാർ ഒന്നും കൂടെ ആദ്യം തൊട്ടൊന്ന് പറയൂ. ഒന്നാം ഭാവം ലഗ്നം അല്ലെങ്കിൽ ആരൂഢം.
ഒന്നാം ഭാവം ലഗ്നം, ഒന്നാം ഭാവം അല്ലെങ്കിൽ ലഗ്നം അല്ലെങ്കിൽ ആരൂഢം. അതുകൊണ്ട് എന്തൊക്കെ ചിന്തിക്കാമെന്നാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. സാന്നിധ്യ സാന്നിധ്യ ക്ഷേത്ര ബിംബാനി കേൾക്കുന്നില്ല സാർ. സർ കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇല്ല കേൾക്കുന്നില്ല. ഇല്ല, നല്ല മഴയാ. ഇവിടെയൊക്കെ മഴയാണ് നല്ലോണം. നെറ്റ് കട്ടായെന്ന് തോന്നുന്നു സാറിന്റെ.
ഹലോ, കേൾക്കാമോ ഇപ്പോഴ്? ഇപ്പൊ കേൾക്കാം. സാറേ കേൾക്കാം സാർ. ശരി ശരി, എന്തോ തകരാറ് വന്നതാണ്. സാന്നിധ്യ ക്ഷേത്ര ബിംബാനി അത്ര എഴുതിയ. ഹലോ, പിന്നെ കട്ടായി. ഹലോ, പറയാം സാർ കേൾക്കാം. സാർ കേൾക്കാം. സാന്നിധ്യ ക്ഷേത്ര ബിംബാനി അത്ര എഴുതിയിട്ടുള്ളൂ. അത്ര എഴുതി. സാർ ഒരാളെ മ്യൂട്ട് ചെയ്തിട്ടില്ല. ജയകുമാർ സാറാണ്. ജയകുമാർ സാർ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. തുടങ്ങാം സാർ. ഹലോ, കേൾക്കാം സാർ, കേൾക്കാം. കേൾക്കാം സാർ, കേൾക്കാം. ഇല്ലൊന്നും പറയുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല. ഇല്ല, മോഹനൻ സാർ ഒന്നും കേൾക്കണില്ല. മോഹനൻ സാറിന്റെ ടോക്ക് സാർ ഒന്നും പറയുന്നൊന്നും കേൾക്കുന്നില്ല. അജയരാജ് സാർ മാത്രമേ കേൾക്കണുള്ളൂ. സാർ ഇപ്പൊ ലൈനിൽ ഇല്ലല്ലോ, കട്ടാ. നെറ്റ്വർക്ക് കംപ്ലൈന്റ്. രണ്ട്, നിധി കോശ ധനായാന. ഒന്നാമത്തേത് കേട്ടില്ല. സാന്നിധ്യം ക്ഷേത്ര ബിംബാനി എന്ന് പറഞ്ഞു, പിന്നെ കേട്ടില്ല. എത്ര സമയമായി? എത്ര സമയം കൊണ്ടേ പറയുന്നു? ഞങ്ങൾ കേൾക്കുന്നില്ല. സാറിന്റെ ലൈൻ കട്ടായിരുന്നു. നിധി കോശ ധനായാന സാന്നിധ്യ ക്ഷേത്ര ബിംബാനി ത്രീണി ലഗ്നേ ചിന്തയേത്. സാന്നിധ്യ ക്ഷേത്ര ബിംബാനി ത്രീണി ത്രായില് വള്ളി ത്രീണി. അതാണ് ചോദിച്ചത്. കേൾക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ആരും ഒരു മറുപടിയും പറയുന്നില്ല. എന്തെങ്കിലും യെസോ നോയോ പറഞ്ഞിരുന്നെങ്കിൽ അറിയാമായിരുന്നു. ഇവിടെ ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നല്ലോ സാറ്. ഞങ്ങൾ പറയുന്നുണ്ട് സാറെ കേൾക്കുന്നില്ല എന്ന്, പക്ഷെ സാർ കേൾക്കുന്നില്ല.
ഇപ്പോൾ എല്ലാം കേൾക്കാം. ഇപ്പോൾ എല്ലാം ക്ലിയറാ കേൾക്കുന്നു. ഇപ്പൊ കേൾക്കുന്നുണ്ട്. സാന്നിധ്യ ക്ഷേത്ര ഓക്കെ. ബിംബാനി ത്രീണി ലഗ്നേന ചിന്തയേത്. ത്രീണി ലഗ്നേന ചിന്തയേത്. ത്രീണി ലഗ്നേന ചിന്തയേത്. ലഗ്നഭാവം അതിൻ്റെ അർത്ഥം എഴുതിക്കൊള്ളും. ലഗ്നഭാവം ബ്രാക്കറ്റിൽ ആരൂഢം. ലഗ്നഭാവം ബ്രാക്കറ്റിൽ ആരൂഢം കൊണ്ട് ആരൂഢം കൊണ്ട് സാന്നിധ്യം സാന്നിധ്യം ക്ഷേത്രം ബിംബം എന്നിവയെ ചിന്തിക്കാം. സാന്നിധ്യം ക്ഷേത്രം ബിംബം എന്നിവയെ ചിന്തിക്കാം. സാന്നിധ്യം ക്ഷേത്രം ബിംബം എന്നിവയെ ചിന്തിക്കാം. എഴുതിയോ? ആ എഴുതി സാർ. എഴുതി സാർ. അടുത്ത രണ്ട്. നിധി കോശ ധനായാന. നിധി കോശ ധനായാന. രക്ഷകൻ അർത്ഥരാശിന. രക്ഷകൻ അർത്ഥരാശിന. രക്ഷകൻ അർത്ഥരാശിന. രണ്ടാം ഭാവം കൊണ്ട് നിധി ഭണ്ഡാരം. നിധി ഭണ്ഡാരം ധനവരവ്. ധനവരവ് ക്ഷേത്രത്തിലെ രക്ഷകന്മാർ. ക്ഷേത്രത്തിലെ രക്ഷകന്മാർ എന്നിവരെ ചിന്തിക്കാം. നിധി ഭണ്ഡാരം ധനവരവ്. നിധി ഭണ്ഡാരം ധനവരവ് ക്ഷേത്രത്തിന്റെ രക്ഷകന്മാർ എന്നിവരെ ചിന്തിക്കാം. രക്ഷകന്മാർ ഉദ്ദേശിക്കുന്നത് ഈ കുടുംബക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. കുടുംബക്കാരെന്ന് പറയും. ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കുടുംബക്കാരുണ്ടെങ്കിൽ അവരെയാണ് ഉദ്ദേശിക്കുന്നത്. കുടുംബക്കാർ എന്ന് എഴുതിക്കൊള്ളും ബ്രാക്കറ്റിൽ. ഭാരവാഹികളൊന്നും വരത്തില്ലല്ലോ. ഭാരവാഹിയൊക്കെ 9ാം ഭാവം കൊണ്ടാണ്. 9. പ്രസിഡന്റ്, സെക്രട്ടറി, കാഷ്യർ, കമ്മിറ്റി മെമ്പേഴ്സ് ഒക്കെ 9ാം ഭാവം കൊണ്ട്. അത് വേറെ. ഊരായ്മക്കാരെന്നുള്ളതാണ് വരുന്നത് അല്ലേ? ഊരാളന്മാരെന്ന് പറയും. ഊരാളന്മാർ പഴയ ലാംഗ്വേജ് ആണ്. ഊരാളന്മാരെന്ന് പറയും. അടുത്ത 3 ചിന്തനീയ. ചിന്തനീയ തൃതീയേന. തൃതീയേന തൃതീയേന നിവേദ്യ പരിചാരക.
നിവേദ്യ പരിചാരക. ചിന്തനീയ തൃതീയേന നിവേദ്യ പരിചാരക. നിവേദ്യ പരിചാരക. മൂന്നാം ഭാവം കൊണ്ട് നിവേദ്യവും പരിചാരകന്മാരെയും ചിന്തിക്കണം. പരിചാരകന്മാരെയും ചിന്തിക്കണം. പരിചാരകന്മാരെന്നത് നെല്ല് കുത്തുന്നവർ, പാത്രം കഴുകുന്നവർ, അടിച്ചുതളിക്കാർ, നിവേദ്യത്തിന് ആവശ്യമായ സാധനങ്ങൾ ഒരുക്കുന്നവർ, എന്നിവരെയാണ് ചിന്തിക്കേണ്ടത്. സാർ, ഇവിടെ ഒരു സംശയം. ഈ നിവേദ്യത്തിന് സാധനങ്ങൾ ഒരുക്കുന്നവർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ ശാന്തിക്കാർ ഉൾപ്പെടുവോ? ശാന്തിക്കാർ വരില്ല. ശാന്തിക്കാരെയൊക്കെ 10ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കേണ്ടത്. ശാന്തിക്കാർ വരില്ല. ഈ കഴകം അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. കഴകമൊക്കെ വരും. ശാന്തിക്കാര് 10 കൊണ്ടാണ് ചിന്തിക്കേണ്ടത്. ശാന്തിക്കാരെയൊക്കെ 10 കൊണ്ട്. സ്ഥിരമായ ശാന്തിക്കാരും അല്ലാതെ വരുന്ന ശാന്തിക്കാരെ എല്ലാം 10 കൊണ്ട് ചിന്തിക്കണം. അത് 10 പഠിക്കുമ്പോൾ മനസ്സിലാവും. കഴകമൊക്കെ വരും. അടുത്ത 4. പ്രസാദ മണ്ഡപ മണ്ഡപാദീന്യു ന്യൂ ഇയർ എന്നുള്ള ന്യൂ ഉപവേശ്മാനി വാഹനം. മണ്ഡപാദീന്യു ഉപവേശ്മാനി വാഹനം. പ്രസാദ മണ്ഡപാദീന്യു ഉപവേശ്മാനി വാഹനം. ക്ഷേത്രപ്രദേശമഖിലം ചതുർത്ഥേന വിചിന്തയേത്. ചതുർത്ഥേന വിചിന്തയേത്. ചതുർത്ഥേന വിചിന്തയേത്.
പ്രസാദം, മണ്ഡപം, തിടപ്പള്ളി, വാഹനം, കിണറ്, കുളം, പ്രസാദം, മണ്ഡപം, തിടപ്പള്ളി, മറ്റ് ഗ്രഹങ്ങൾ, തിടപ്പള്ളി, മറ്റ് ഗ്രഹങ്ങൾ, മറ്റ് കെട്ടിടങ്ങളെല്ലാം വരും. മറ്റ് ഗ്രഹങ്ങൾ, വാഹനം, വാഹനം വെച്ചാൽ ദേവന്റെ വാഹനം, കിണറ്, കുളം, ക്ഷേത്രപ്രദേശം അഖിലം, ക്ഷേത്രപ്രദേശം മുഴുവനുമായി, ക്ഷേത്രപ്രദേശം മുഴുവനുമായി 4 കൊണ്ട് ചിന്തിക്കാം. കൊണ്ട് ചിന്തിക്കാം. അടുത്ത 5. സാന്നിധ്യമഭി, സാന്നിധ്യമഭി, ബിംബം ച, ബിംബം ച, പഞ്ചമേനാദ ചിന്ത്യതാം, പഞ്ചമേനാദ ചിന്ത്യതാം. സാർ അഞ്ചാമത്തെ ശ്ലോകം ഒന്നും കൂടെ പറയൂ, എനിക്ക് തെറ്റിപ്പോയി. സാന്നിധ്യമഭി, സാന്നിധ്യം അഭി, ബിംബം, ബിംബം ച, പഞ്ചമേനാദ ചിന്ത്യതാം. ദേവസാന്നിധ്യവും ബിംബവും 5 കൊണ്ട് ചിന്തിക്കാം. ദേവസാന്നിധ്യവും ബിംബവും 5 കൊണ്ട് ചിന്തിക്കാം. ദേവസാന്നിധ്യവും ബിംബവും 5 കൊണ്ട് ചിന്തിക്കാം. കൊണ്ട് പ്രധാനമായി ചിന്തിക്കേണ്ടത് മന്ത്ര സാന്നിധ്യമാണ്. അതും കൂടി ചേർത്ത് എഴുതിക്കൊള്ളണം. ഈ ശ്ലോകത്തിൽ വരുന്നില്ല, പക്ഷെ എഴുതിക്കൊള്ളണം. 5 കൊണ്ട് പ്രധാനമായി മന്ത്ര സാന്നിധ്യത്തെ ചിന്തിക്കാം. കൊണ്ട് പ്രധാനമായി മന്ത്ര സാന്നിധ്യത്തെ ചിന്തിക്കാം. മന്ത്ര സാന്നിധ്യം കൊണ്ട് ഉദ്ദേശിക്കുന്ന മന്ത്രത്തിന്റെ ശുദ്ധി ആണ് ഉദ്ദേശിക്കുന്നത്. മന്ത്രങ്ങൾ ജപിക്കുന്നതിന്റെ ശുദ്ധിയാണ്. അതെല്ലാം ഇതിന്റെ അടുത്ത ഭാവത്തിൽ വരും. അതെല്ലാം നമുക്ക് വിശദീകരിച്ച് പഠിക്കാം. രണ്ടാമത് പഠിക്കും. ഇപ്പൊ അതാണ് ഇപ്പം ഒറ്റ വാക്കിൽ പഠിക്കുന്നതാണ് ഈ ശ്ലോകം. അതായത് അതിനെങ്ങനെയെന്ന് ചോദിച്ചാൽ, പഞ്ചമം തു ഹരസംയുക്തം മന്ത്രസാന്നിധ്യദോഷയു, പഞ്ചമം തു വിശേഷേണ പൂർവപുണ്യ നൃപപ്രിയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ ശ്ലോകങ്ങളുണ്ട്. ഇപ്പം ഒറ്റ വാക്കിൽ പറഞ്ഞു പോവുകയാണ്. അടുത്ത 6 നമ്മൾ പഠിച്ചില്ല, നോക്കാം. 90ാമത്തെ ശ്ലോകമാണ്. അശുദ്ധി. നമ്മൾ 6 കൊണ്ട് അശുദ്ധിയെ ചിന്തിക്കുന്നു. അശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അശുദ്ധി വേണമെങ്കിലും ആയിക്കൊള്ളാം. പുഷ്പങ്ങൾ കൊണ്ടുള്ള അശുദ്ധി വരെ, അശുദ്ധമായ പുഷ്പങ്ങൾ ഉപയോഗിച്ചാൽ മതി.
മന്ത്രത്തിൻ്റെ അശുദ്ധി, ചുറ്റും ചപ്പ് ചവറ് നിറഞ്ഞു കിടക്കുന്ന അശുദ്ധി, ജലം ഒഴുക്കുന്ന ഭഗവാനിൽ അഭിഷേകം കഴിക്കുന്ന ജലത്തിൻ്റെ അശുദ്ധി, അശുദ്ധിയായിട്ട് ആൾക്കാർ കയറി പോകുന്നത്, ദേവന് പൂജകനോ തന്ത്രിയോ ഉണ്ടാകുന്ന അശുദ്ധി, വാലായ്മ കൊണ്ടുണ്ടാകുന്ന അശുദ്ധി, വശമില്ലാത്ത സ്ത്രീകൾ കയറിപ്പോകുന്ന അശുദ്ധി, ഇതെല്ലാം അശുദ്ധിയിൽ വരും. ഇതെല്ലാം കണ്ടുപിടിച്ച് മറക്കും. നമുക്ക് പഠിക്കാനുള്ള വഴികളുണ്ട്. അശുദ്ധി എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയുന്നത് 6-ാം ഭാവം കൊണ്ട് ചിന്തിക്കണം. അശുദ്ധി, ശത്രു, ചോര, ഇത്രയും 3 കാര്യമാണ് 6-ാം ഭാവം കൊണ്ട്. അശുദ്ധി, ശത്രു, ചോരൻ. ചോരൻ കള്ളന്മാര്, ശത്രുക്കൾ. ശത്രു എന്ന് വെച്ചാൽ ശത്രു ദോഷമൊക്കെ വരാം. അതൊക്കെ പഠിക്കാം. ഏത് ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ദോഷങ്ങൾ വരും എന്നുള്ളത് വിശദീകരിച്ച് 2ാമത് പഠിക്കും. അപ്പോൾ അശുദ്ധി, ശത്രവ, ചോര, ചിന്തനീയ ഹി ശത്രുണ. ശത്രു എന്ന് വെച്ചാൽ ശത്രുഭാവം. 6-ാം ഭാവം കൊണ്ട് അശുദ്ധി. അശുദ്ധി എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഉപയോഗിക്കുന്ന നിവേദ്യത്തിൽ അശുദ്ധി വരാം, എടുക്കുന്ന പുഷ്പങ്ങളിൽ അശുദ്ധി വരാം, മന്ത്രത്തിൽ അശുദ്ധി വരാം, അല്ലെങ്കിൽ അശുദ്ധിയായിട്ടുള്ള ആൾക്കാരകത്ത് കയറാം. വാലായ്മയിൽ അകത്ത് കയറാം. മൃഗാദികൾ, പക്ഷികൾ അകത്ത് കയറി കൂട് വയ്ക്കുകയോ പാമ്പ് ചേര ചുറ്റുകയോ അങ്ങനെയുള്ളതൊക്കെ വരാം. കയറാൻ പാടില്ലാത്ത സമയത്ത് കയറി പൂജ നടത്തിയാലും വരാം. ഇങ്ങനെയൊക്കെ പല അശുദ്ധികളും വരും. ചുറ്റും ചപ്പ് ചവറ് നടന്ന് കിടന്നാലും മതി. അപ്പോൾ ഇതെല്ലാം ശത്രു. ചോര എന്ന് വെച്ചാൽ കള്ളന്മാരകത്ത് പ്രവർത്തി. ശത്രു, അശുദ്ധി, ശത്രു, ചോര, ചിന്തനീയാഹി ശത്രുണ. അശുദ്ധി, ശത്രു, ചോര. ഇവിടെ കിടക്കുന്നത് പ്രാസം ഒപ്പിച്ച് എഴുതിക്കുമ്പോൾ അക്ഷരത്തിന് വ്യത്യാസം വരും. അശുദ്ധി, ശത്രവ, ചോര, ചിന്തനീയ ഹി ശത്രുണ എന്ന് കിടപ്പുണ്ട്. അശുദ്ധി, ശത്രു, ചോരൻ, ചിന്തനീയ ഹി ശത്രുണ. ഇനി 7-ാം ഭാവം കൊണ്ട് ചിന്ത്യം ജനപദം ദ്വിനരാശിന ഭൂഷണാനി ച. ചിന്ത്യം ജനപദം. ജനപദം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങളാണ് 7-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഭക്തജനങ്ങൾ എന്ന് പറഞ്ഞാൽ 7 കൊണ്ട്. ദ്വിനരാശിന ഭൂഷണാനി ച. ഭൂഷണങ്ങളും 7-ാം ഭാവം കൊണ്ട് ചിന്തിക്കാം. ഭൂഷണം എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഭൂഷണങ്ങൾ വരുന്നു അതെല്ലാം വരും. ഭഗവാന് കിട്ടുന്ന സ്വർണ്ണാഭരണങ്ങൾ, വെള്ളി ആഭരണങ്ങൾ, പിന്നെ വേറെ ഒന്നുണ്ടല്ലോ, ഇങ്ങനെ വരുന്ന ആഭരണങ്ങളെല്ലാം 7 കൊണ്ട് ചിന്തിക്കണം. ഭൂഷണാനി. ചിന്ത്യം ജനപദം ദ്വിനരാശി. ദ്വിനരാശി എന്ന് വെച്ചാൽ 7-ാം രാശി. ദ്വിനരാശിന ഭൂഷണാനി ച. ചിന്ത്യം ജനപദം. ജനപദം എന്ന് വെച്ചാൽ ഭക്തജനങ്ങളെ 7 കൊണ്ട് ചിന്തിക്കണം. ഭക്തജനങ്ങളെ 7 കൊണ്ട് ചിന്തിക്കണം. എല്ലാ രീതിയിലുള്ള ഭൂഷണങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ, വെള്ളി ആഭരണങ്ങൾ തുടങ്ങിയ ഭൂഷണങ്ങൾ, വസ്ത്രങ്ങൾ, കിട്ടുന്ന വസ്ത്രങ്ങൾ, ചുറ്റുന്ന പട്ട് വസ്ത്രങ്ങൾ, ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ, ഇതെല്ലാം 7 കൊണ്ട് ചിന്തിക്കണം. അപ്പോൾ 7 കൊണ്ട് ചിന്തിക്കേണ്ടത് ഭൂഷണം, ദേശം അല്ലെങ്കിൽ ജനപദം എന്നിവയെ 7-ാം ഭാവം കൊണ്ട് ചിന്തിക്കണം. ചിന്ത്യം ജനപദം ദ്വിനരാശി. ദ്വിന എന്ന് പറഞ്ഞാൽ ദ്വിനെ 7 എന്നർത്ഥം. ദ്വിനരാശിന ഭൂഷണാനി. ജനപദം, ഭൂഷണം രണ്ടും തന്നെ. ജനപദവും ഭൂഷണവും. ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളും ഭൂഷണങ്ങളും 7 കൊണ്ട് ചിന്തിക്കണം. ചിന്ത്യം ജനപദം ദ്വിനരാശിന ഭൂഷണാനി ച. ഇനി നോക്കിക്കോണം, നമ്മൾ 1-ാം ഭാവം എന്ത് പഠിച്ചത്? 1-ാം ഭാവം സാന്നിധ്യ ക്ഷേത്ര ബിംബം. സാന്നിധ്യവും ബിംബവും. 5-ാം ഭാവം പഠിച്ചതും സാന്നിധ്യവും ബിംബവും. ഇനി 8-ാം ഭാവവും സാന്നിധ്യസ്യ നിവേദ്യസ്യ തഥാ പരിജനസ്യ കാര്യം അഷ്ടമഭാവ ഗുണദോഷ നിരൂപണം. സാന്നിധ്യം അതായത് 1ഉം 5ഉം 8ഉം സാന്നിധ്യഭാവങ്ങളാണ്. 1ഉം 5ഉം 8ഉം സാന്നിധ്യഭാവങ്ങൾ. 1, 5, 8. സാന്നിധ്യസ്യ നിവേദ്യസ്യ. നിവേദ്യവും 8 കൊണ്ട് ചിന്തിക്കണം. 8 കൊണ്ട് ചിന്തിക്കേണ്ടത് മഹാനിവേദ്യമാണ്. ഭഗവാന് കൊടുക്കുന്ന മഹാനിവേദ്യം. അതായത് പൊങ്കാല ഇടുന്നത്, പായസം,
പാൽപായസം, ഇങ്ങനെയൊക്കെ കൊടുക്കുന്നതൊക്കെയാണ് 8ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. മഹാനിവേദ്യമൊക്കെ 8 കൊണ്ട് ചിന്തിക്കണം. സാന്നിധ്യസ്യ നിവേദ്യസ്യ തഥാ പരിജനസ്യ, പരിജനം പരിചാരകന്മാര്, പരിചാരകന്മാരെ 3 കൊണ്ടും 8 കൊണ്ടും ചിന്തിക്കാം. 3 കൊണ്ടും 8 കൊണ്ടും നിവേദ്യം ചിന്തിക്കാം. കാര്യം അഷ്ടമഭാവേന ഗുണദോഷ നിരൂപണം. 8ാം ഭാവം കൊണ്ട് സാന്നിധ്യം, നിവേദ്യം, പരിചാരകന്മാർ എന്നിവയുടെ ഗുണദോഷ ഫലങ്ങളെ നിരൂപണം ചെയ്യണം. ഇവരുടെ ഗുണദോഷ ഫലങ്ങളാണ് പറയുന്നത്. ഗുണദോഷ ഫലങ്ങളെയൊക്കെ നിരൂപണം ചെയ്യാം. സാന്നിധ്യസ്യ നിവേദ്യസ്യ തഥാ പരിജനസ്യ. സാന്നിധ്യം, ദേവസാന്നിധ്യം, 1, 5, 8 ദേവസാന്നിധ്യം എന്ന് പറയും. ഈ 1, 5, 8 ഭാവങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ ദേവന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നർത്ഥം. ആൾക്കാർ പ്രശ്നം വച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ ചോദിക്കും, ഇവിടെ ദേവൻ ഉണ്ടോ എന്ന് ചോദിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിയാ സാർ, അങ്ങനെ കേട്ടിട്ടുണ്ട്. ഉണ്ടോ? ദേവന്റെ സാന്നിധ്യം ഉണ്ടോ അതോ പ്രേത സാന്നിധ്യമാണോ, വല്ല രക്ഷസ് കൂടി കിടപ്പുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ദേവന്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ 1, 5, 8 തമ്മിൽ ബന്ധം വേണം. 1, 5, 8 പരസ്പരം കേന്ദ്രത്തിൽ നിൽക്കുക, അവർ രാശി മാറി നിൽക്കുക, ഇവർ ഒരുമിച്ച് നിൽക്കുക, പരസ്പരം ദൃഷ്ടി വരിക, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ദേവസാന്നിധ്യം ഉണ്ട് എന്നർത്ഥം. അതാണ് അതിൻ്റെ പ്രത്യേകത. സാന്നിധ്യസ്യ നിവേദ്യസ്യ തഥാ പരിജനസ്യ. പരിജനം, സാന്നിധ്യം, നിവേദ്യം. നിവേദ്യം എന്ന് വെച്ചാൽ മഹാനിവേദ്യമാണ്. 3ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ട നിവേദ്യം എന്ന് പറയുന്നത് ഈ അടയ്ക്ക, വെറ്റില, പാക്ക്, പൊരി, നാളികേരം ഇങ്ങനെയൊക്കെ വയ്ക്കുന്നതിൽ നമ്മൾ വയ്ക്കുമല്ലോ. പടുക്ക വയ്ക്കുക എന്ന് പറയും, നമ്മൾ ഇവിടുത്തെ ഭാഷയിൽ പടുക്ക എന്ന് പറയും. അതൊക്കെയാണ് 3ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ട നിവേദ്യം. 8ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ട നിവേദ്യം മഹാനിവേദ്യമാണ്. 8ആണ് ഏറ്റവും പ്രധാനം. ഇനി ഒരു കാര്യം ചോദിച്ചു നോക്കട്ടെ, നമ്മൾ ഒരു മനുഷ്യന്റെ പ്രശ്നത്തിൽ 8 കൊണ്ട് എന്താണ് പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്? മരണം. ഒരു വ്യക്തിഗത പ്രശ്നത്തിൽ 8 കൊണ്ട് ചിന്തിക്കേണ്ട പ്രധാന വിഷയം എന്താണ്? സർവപ്രണാശോ വിപതോ അപവാദോ ഹേതുപ്രദാശോ മരണശീലോ. അഷ്ടമം കൊണ്ട് ആയുസിനെ ചിന്തിക്കണം. ഭഗവാന്റെ അഷ്ടമം കൊണ്ട് മഹാനിവേദ്യവും സാന്നിധ്യവും ചിന്തിക്കണമെന്നാണ്. അപ്പോൾ നമ്മൾ ആയുസിനെ അഷ്ടമം കൊണ്ട് ചിന്തിക്കുന്നു. ഭഗവാന് പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട മഹാനിവേദ്യമാണ്. അപ്പോൾ നമുക്ക് ആയുസിനുള്ള പ്രാധാന്യം അവിടെ നിവേദ്യത്തിനുണ്ട് എന്നർത്ഥം. അപ്പോൾ നിവേദ്യം എങ്ങനെയൊക്കെ തയ്യാറാക്കണം എന്നുള്ളത് അത് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സാറേ, ഒരു സംശയം. 3ാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതും നിവേദ്യമാണ്. ഇവിടെ 8ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നതും നിവേദ്യമാണ്. വെറ്റ, അടയ്ക്ക, പൊരി, അവല് പൊരി ഇങ്ങനെയുള്ള സാധനങ്ങളെയാണ് അവിടെ ചിന്തിക്കേണ്ടത്. ദേവന് നമ്മൾ സാധാരണ ദേവൻ അകത്ത് നിവേദ്യമായി കൊടുക്കുന്ന നിവേദ്യത്തെ പറ്റി അല്ലല്ലോ, ആണോ? അത് അങ്ങനെയുള്ളതല്ല. 3ാം ഭാവം കൊണ്ട് അടയ്ക്ക, പൊരി, പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ചിന്തിക്കുന്നത്. നെയ്യ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരും. എണ്ണ, നെയ്യ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾ വരും. അത് നമ്മൾ വിശദീകരിച്ച് പഠിക്കുമ്പോൾ വരും. അതൊക്കെ വിശദീകരിച്ച് പഠിക്കുമ്പം വരും. 3ാം ഭാവം കൊണ്ട് 8 കൊണ്ട് മഹാനിവേദ്യം, പാൽപായസം, ചോറ് നിവേദിക്കുന്ന, അകത്ത് നിവേദിക്കുന്ന നേദ്യങ്ങളാണ് ഈ മഹാനിവേദ്യം. അകത്ത് നിവേദിക്കുന്നതാണ് പ്രധാനമായിട്ട്. അകത്ത് നിവേദിക്കുന്നതാണ് അഷ്ടമം കൊണ്ട് ചിന്തിക്കേണ്ടത്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഭംഗിയായിട്ട് അറിയണം. മഹാനിവേദ്യം എന്ന് പറയാം. കാര്യം അഷ്ടമഭാവ ഗുണദോഷ നിരൂപണം. സാന്നിധ്യം 1നും 5നും 8നും സാന്നിധ്യമുണ്ട്. 1, 5, 8 തമ്മിലൊരു ബന്ധം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. 1ാം ഭാവപതി 5ൽ നിൽക്കുക, 5ാം ഭാവപതി 1ൽ നിൽക്കുക, 1ാം ഭാവപതി 8ൽ നിൽക്കുക, 8ാം ഭാവപതി 5ൽ നിൽക്കുക. 1, 5, 8 പരസ്പരം ത്രികോണത്തിലോ കേന്ദ്രത്തിലോ നിൽക്കുക. 1, 5, 8 പരസ്പരം ദൃഷ്ടി വരിക. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ദേവന്റെ സാന്നിധ്യം, ഏത് ദേവനെന്നുള്ളതല്ല, അവിടെ ദേവസാന്നിധ്യം ഉണ്ട് എന്നർത്ഥം.
അതാണ് അതിൻ്റെ പ്രത്യേകത. സാന്നിധ്യസ്യ നിവേദ്യസ്യ തഥാ പരിജനസ്യ ച കാര്യമഷ്ടമഭാവേന ഗുണദോഷ നിരൂപണം. ഇനി അത് കഴിഞ്ഞിട്ട് 8ാം ഭാവം കൊണ്ട് അതിൻ്റെ വിശദീകരിച്ച് രണ്ടാമത് പഠിക്കാം. സൂര്യൻ അഷ്ടമത്തിൽ നിന്ന് കഴിഞ്ഞാൽ വേവ് കുറവെന്നും ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ വേവ്, അത് ശ്രദ്ധിച്ച് കേട്ടോളണം. ഒരാൾ സംശയം ചോദിച്ചത് കൊണ്ടാണ് അതിനെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോഴത് എഴുതണ്ട, രണ്ടാമത് ഒന്ന് വായിച്ച് പറഞ്ഞുതരാം. സൂര്യൻ അഷ്ടമത്തിൽ നിന്നാൽ നിവേദ്യത്തിന് വേവ് കുറവ്, ചന്ദ്രൻ അഷ്ടമത്തിൽ നിന്നാൽ നിവേദ്യത്തിന് വേവ് കൂടുതൽ, കുജൻ നിന്നാൽ കരിഞ്ഞിരിക്കുന്നു, ശനി നിന്നാൽ തണുത്ത് സ്വാദില്ലാത്തതാകുന്നു, രാഹു നിന്നാൽ വിഷാംശമുള്ളതും കൊതിയുള്ളതാകുന്നു, ഗുളികൻ നിന്നാൽ തലമുടിയോ പ്രാണികളോ ചത്തുകിടക്കുന്നു. അപ്പോൾ എന്ത് മനസ്സിലാക്കുന്നു? 8 കൊണ്ട് ചിന്തിക്കേണ്ടത് എന്താണെന്ന് മനസ്സിലാകുന്നു? ദേവതയ്ക്ക് കൊടുക്കുന്ന നിവേദ്യം, നിവേദ്യത്തിന്റെ ഗുണങ്ങൾ, പായസം അല്ലെങ്കിൽ നിവേദിക്കുന്ന ചോറ്, ഇതാണ്. അവിടെ ഓരോ ഗ്രഹങ്ങളിൽ നിന്നാലുള്ള ഫലമാണ്. ആ 8ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുകയോ സൂര്യന്റെ രാശിയാവുകയോ സൂര്യന്റെ ദൃഷ്ടിയോ വരികയോ ചെയ്തു കഴിഞ്ഞാൽ നിവേദ്യത്തിന് വേവ് കുറവ്. ചന്ദ്രനാണ് അവിടെ 8ൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ദൃഷ്ടി പതിക്കുന്നു, അല്ലെങ്കിൽ ചന്ദ്രന്റെ രാശിയായാൽ വേവ് കൂടുതലായി പോയി. ചൊവ്വ നിന്നാൽ ചൊവ്വയുടെ സ്വഭാവം അറിയാം, അടി പിടിക്കുക അല്ലെങ്കിൽ കരിയുക. ശനി നിന്നാൽ രുചിക്കുറവ്, തണുത്ത് ഉറഞ്ഞത്, വളരെ അളവിൽ കുറവ്. രാഹു നിന്നാൽ തലമുടിയൊക്കെ കിടക്കുക എന്നൊക്കെ പറയും. വിഷാംശം, രാഹുവിൻ്റെ കാരകത്വം എല്ലാം വരും. വിഷാംശങ്ങൾ ഉണ്ടാവുക, കാരകത്വം അനുസരിച്ചുള്ള കേതു നിന്ന് കഴിഞ്ഞാൽ ചൂർണപ്രയോഗമൊക്കെ പറയും. അത് ബിംബത്തിലാണ് പറയാറുള്ളത്, നിവേദ്യത്തിൽ പറയൂല. മാന്തി നിന്ന് കഴിഞ്ഞാൽ പ്രാണികളൊക്കെ ചത്ത് കിടക്കേണ്ട ഇവിടെ ഉണ്ടാവും. ഇതൊന്നും പാടില്ല എന്നാണ്. അപ്പോൾ 8 കൊണ്ട് ചിന്തിക്കേണ്ടത് മഹാനിവേദ്യം അല്ലെങ്കിൽ അകത്ത് നിവേദിക്കുന്ന പദാർത്ഥങ്ങളാണ് 8 കൊണ്ട് ചിന്തിക്കേണ്ടത്. 3 കൊണ്ട് ചിന്തിക്കേണ്ടത് വെറ്റ, അടയ്ക്ക, അവില്, മലര്, പൊരി, നെയ്യ് തുടങ്ങിയ സാധനങ്ങളാണ്. നെയ്യ്, എണ്ണ, ഇതൊക്കെ പറയാം. ഇതെല്ലാം 3 കൊണ്ട് ചിന്തിക്കുക. ഇഷ്ടമോ? അപ്പോൾ ഇത്രയും ഒന്ന് എഴുതാം. ആറ്, അശുദ്ധി, ശത്രവ, ചോര, ചിന്തനീയ, ഹി ശത്രുണ. അശുദ്ധി, ശത്രവ, ചോര, ചിന്തനീയ, അശുദ്ധി, ശത്രവ, ശ ഇത്ര ത്ര വ, ചോര, ചിന്തനീയ, ഹി ശത്രുണ. അതിൻ്റെ തൊട്ട് താഴെ തന്നെ എഴുതിക്കൊള്ളണം. ചിന്ത്യം, ജനപദം, ദ്യുനരാശിന. ചിന്ത്യം ജനപദം ദ്യുനരാശിന. ഊഷണാനി ച. ഊഷണാനി ച. ചിന്ത്യം ജനപദം ദ്യുനരാശി ന ഊഷണാനി ച. എൻ്റെ അർത്ഥം എഴുതിക്കൊള്ളണം. 6ാം ഭാവം കൊണ്ട് അശുദ്ധി, ശത്രുക്കൾ, കള്ളന്മാർ. എന്നിവരെ ചിന്തിക്കാം. അശുദ്ധി, ശത്രുക്കൾ, കള്ളന്മാർ എന്നിവയെ ചിന്തിക്കാം.
ഹലോ പറഞ്ഞു ഹലോ. സാർ. ചെറിയൊരു അത്യാവശ്യമായി ഇപ്പൊ ഇതിന്റെ ഇടയിൽ. ഒരു നായ ഉണ്ട്, അതിന്റെ തല ഗേറ്റിന്റെ ഇടയിലായി പോയി. ഒരു ഹോളിന്റെ ഇടയിലായി കടന്നോട് വിളിച്ചു, അതാണ് കുഴപ്പമുണ്ടായത്. ശരി, പോട്ടെ. അപ്പോഴേത് എഴുതിയത്? 6-ാം ഭാവം കൊണ്ട് അശുദ്ധി, ശത്രുക്കൾ, കള്ളന്മാർ എന്നിവരെ ചിന്തിക്കാം. അശുദ്ധി എന്നത് മന്ത്ര സാന്നിധ്യത്തിലോ, അത് വിശദമായിട്ട് രണ്ടാമത് പഠിക്കാം, ഇപ്പോഴും പറ്റൂല. മന്ത്ര സാന്നിധ്യത്തിലോ ഉപയോഗിക്കുന്ന പുഷ്പങ്ങളിലോ നിവേദ്യത്തിലോ പക്ഷി മൃഗാദികൾ ഉള്ളിൽ പ്രവേശിക്കുന്നത് കൊണ്ടോ ഉല വാലായ്മ ഉള്ളവർ പ്രവേശിക്കുന്നത് കൊണ്ടോ ആകാം. അടുത്ത് 7-ാം ഭാവം കൊണ്ട്, അടുത്ത പാരാഗ്രാഫ്, 7-ാം ഭാവം കൊണ്ട് സാർ, ഞാൻ വലിയ സംശയം ചോദിച്ചോട്ടെ? ഹലോ, ഞാൻ വലിയ സംശയം ചോദിച്ചോട്ടെ സാർ? പറയണം സാർ. ഈ 6-ാം ഭാവത്തെ പറ്റി സാർ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴല്ലേ സാർ ഈ നായയുടെ 6-ാം ഭാവത്തെ പറ്റി സാറ് കേട്ടുകൂടാ, ഒന്ന് ഉറക്കെ പറയണം സാറ് 6-ാം ഭാവത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ അതിലൊരു നിമിത്തം വെച്ച് നോക്കുമ്പോഴേ ആ നായയുടെ ഒരു ഉപദ്രവം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നായയുടെ വഴി ഉണ്ടായ ഒരു നിമിത്തമായിട്ട് നോക്കുമ്പോഴേ
ഈ ആറാം ഭാവമായിട്ട് ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും കണക്ട് ചെയ്ത് ചിന്തിക്കാൻ പറ്റുമോ ഇപ്പോഴത്തെ ഒരു ഇൻസിഡന്റ്? നമ്മളിപ്പോൾ ഒരു പ്രശ്നം അവതരിപ്പിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നിമിത്തമാണ്. പ്രശ്നം അവതരിപ്പിച്ചിരുന്നുണ്ടെങ്കിൽ അതിന്റെ കഴുത്ത് ഒരു ഹോളിന്റെ ഇടയിലായി അത് കിടന്ന് പ്രാണവേദനപ്പെട്ട് അതുകൊണ്ട് വിളിച്ചു. അത് എടുക്കാൻ അതുകൊണ്ടാണ് ഞാൻ ഇരുമ്പഴി ചോദിച്ചത്. അഴിയൊന്നും ചെയ്യാൻ പറ്റൂല, ഇരുമ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഈ ഇതിന്റെ ആറാം ഭാവമായിട്ട് കഴുത്തിനെ വലിച്ചെടുക്കാമെന്നുള്ളതല്ലാതെ ഇരുമ്പിനെ ഒന്നും ചെയ്യാൻ പറ്റൂല. നമ്മൾ പ്ലാസ്റ്റിക് എന്തെങ്കിലും പൊട്ടിച്ചെടുക്കാം, പിന്നെ അല്ല, ഞാൻ വലിച്ചിങ്ങെടുക്കും. ചോദിച്ചത് സാർ ഈ ആറാം ഭാവമായിട്ട് ചിന്തിച്ചുകൊണ്ട് പറയുമ്പോൾ ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായത് എന്തെങ്കിലും മറ്റെന്തെങ്കിലും ആണോ എന്ന് ഞാനൊരു എളിയ സംശയം കൊണ്ട് ചോദിച്ചു പോയത്. അതൊരു പ്രശ്നമാണെങ്കിൽ, ഇതിപ്പം നമ്മളൊരു ദേവപ്രശ്നമായിട്ട് അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പറയാം. ഓക്കെ. കാരണം ഒരു പ്രാണവേദനപ്പെട്ട് വിളിക്കുകയാണ്, ഒന്നിന്റെ ജീവൻ പോണ പോക്ക് എന്റെ വിളിയാണ് അത് വിളിച്ചത്. അതെ, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അത് തീർച്ചയായിട്ടും ശത്രുക്കളുണ്ട്. ശത്രുക്കള് ഭഗവാനെ അപകരിച്ചതിന് തുല്യമായിട്ട് കണക്കാക്കാം. കട്ടെടുത്തുകൊണ്ട് പോയതിന് തുല്യമായിട്ട് കണക്കാക്കാം. കാരണം പ്രാണവേദന എന്ന് പറഞ്ഞു കഴിയുമ്പോഴെന്താണ്, അവിടെ പോകുന്നു, ഒരു സ്ഥലം വിട്ട് കൂട് വിട്ട് കൂട് മാറുന്നു, ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരത്തിൽ പോകുന്നു. ഭഗവാനെ സംബന്ധിച്ച് ഭഗവാൻ ഒരിക്കലും അഴിവില്ല. അപ്പോഴും ഒരിടത്തിന് മറ്റൊരിടത്തേക്ക് മോഷണം പറയാൻ വേണമെങ്കിൽ ഭഗവാന്റെ ചൈതന്യത്തിന് ഒരിക്കലും ഒരു കുറവും വരില്ല. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനേ പറ്റുള്ളൂ. ചൈതന്യത്തിന് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനേ പറ്റുള്ളൂ. തീർച്ചയായും. എങ്ങനെ? താങ്ക് യു. ഞാൻ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നത് നല്ലത് തന്നെ. ചോദിക്കണം, എന്തെങ്കിലുമൊക്കെ റിപ്പീറ്റ് ചെയ്താലേ എനിക്കും ഒരു ഇൻട്രസ്റ്റ് ഉള്ളൂ. ശരി സാർ, താങ്ക് യു. താങ്ക് യു. അടുത്ത 7 ഏഴാം ഭാവം കൊണ്ട് ഭക്തജനങ്ങളെയും എല്ലാവിധ ഭൂഷണങ്ങളെയും ചിന്തിക്കാം. എല്ലാവിധ ഭൂഷണങ്ങളെയും ചിന്തിക്കാം. സാറേ, പുഷ്പാർച്ചി ഇരിക്കില്ലേ, അർപ്പിക്കൂലേ, അത് 3 കൊണ്ടാണോ 7 കൊണ്ടാണോ? അപ്പൊ 7 കൊണ്ട്. അതായത് മാലയല്ല, വെറുതെ പുഷ്പം നമ്മൾ അർപ്പിക്കൂലേ, അതൊക്കെ 7 കൊണ്ട് ചിന്തിക്കാം. 7 കൊണ്ട് തന്നെ ചിന്തിക്കണം. പക്ഷെ അതിൽ വരുന്ന അശുദ്ധി വരുമ്പോൾ 6 കൊണ്ട് ചിന്തിക്കണം. അശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവിൽ വരുന്ന അശുദ്ധി, അതൊക്കെ രണ്ടാമത് പഠിക്കാം. പൂവിൽ വരുന്ന അശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതള് പൊഴിഞ്ഞ പൂക്കള്, ഞെട്ട് ഒടിഞ്ഞ പൂക്കള്, അഴുകിയ പൂക്കള്, ദിവസങ്ങളോളം വച്ച് സൂക്ഷിച്ച പൂക്കള്, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് പൂവിൽ വരുന്ന അശുദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ തറയിൽ വീണ പൂക്കള്. ഇപ്പം തുളസിയാണെങ്കിൽ 1 വർഷം വരെ ഇരിക്കാവുന്നതാണ്. കൂവളമാണെങ്കിൽ 6 മാസം വരെ ഇരിക്കാവുന്നതാണ്. തെറ്റിയും താമരയും 1 ആഴ്ച ഇരിക്കാവുന്നതാണ്. ബാക്കിയുള്ള പൂക്കൾ അന്നന്ന് മാറ്റണമെന്നാണ്. അന്നന്ന് ഒരു ദിവസത്തേക്ക് ആ ദിവസം ഉപയോഗിക്കില്ല. ഇതിനെ വിപരീതമായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിക്ഷിപ്ത പുഷ്പങ്ങൾ, ഓരോ ദേവനും ഓരോ പുഷ്പങ്ങളുണ്ട്. സൂര്യന് കൂവളം, ചന്ദ്രന് വെള്ളപ്പൂക്കൾ വെള്ളത്താമര, ചൊവ്വയ്ക്ക് ചുവന്ന പൂക്കള്, ബുധന് തുളസി, വ്യാഴത്തിന് ചെമ്പകം, ശുക്രന് മുല്ലാപ്പിച്ചി, ശനിക്ക് കരിങ്കൂവളം, ഇങ്ങനെയൊക്കെ ഒരു കണക്കുകളുണ്ട് ഉപയോഗിക്കേണ്ടത്. ഇതിന് വിപരീതമായിട്ട് വരുമ്പോൾ അതൊക്കെ ഒരു അശുദ്ധിയായിട്ട് കണക്കാക്കുക. ഇനി ദേവന്മാർക്ക് ഓരോ പ്രത്യേകതകളുണ്ട്, ഓരോ പൂക്കളുണ്ട്. ഈ പൂക്കൾക്ക് വിപരീതമായിട്ട് വരുന്നതാണ് അശുദ്ധി എന്ന്. അതൊക്കെ അശുദ്ധിയിൽ വരുന്നതാണ്. അത് നമുക്ക് രണ്ടാമത് പഠിക്കാം. ഇപ്പോൾ കുറച്ച് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അടുത്തത് എഴുതണം. 8 സാന്നിധ്യസ്യ നിവേദ്യസ്യ തഥാ പരിജനസ്യ
തഥാ പരിജനസ്യ ച കാര്യം സാന്നിധ്യസ്യ നിവേദ്യസ്യ തഥാ പരിജനസ്യ ച കാര്യം അഷ്ടമഭാവേന ഗുണദോഷനിരൂപണം അതാണ് പറഞ്ഞത്. ഇതൊക്കെ മലയാള ശ്ലോകമാണ്. സാന്നിധ്യസ്യ എന്ന് പറയുന്നതേ ഉള്ളൂ, അത്ര വേറെ കാര്യമൊന്നുമില്ല. നിവേദ്യസ്യ തഥാ പരിജനസ്യ ച കാര്യം അഷ്ടമഭാവേന ഗുണദോഷനിരൂപണം. അഷ്ടമം കൊണ്ട് സാന്നിധ്യം, നിവേദ്യം, പരിചാരകന്മാർ, എന്നിവരുടെ ഗുണദോഷം ചിന്തിക്കാം. സാന്നിധ്യം, നിവേദ്യം, പരിചാരം എന്നിവരെ അഷ്ടമഭാവം കൊണ്ട് ചിന്തിക്കാം. അടുത്ത ലൈനിൽ എഴുതിക്കണം. 1, 5, 8 ഭാവങ്ങൾ സാന്നിധ്യ ഭാവങ്ങൾ എന്നറിയപ്പെടുന്നു. 1, 5, 8 ഭാവങ്ങൾ സാന്നിധ്യ ഭാവങ്ങൾ എന്നറിയപ്പെടുന്നു. സാന്നിധ്യഭാവങ്ങൾ എന്നറിയപ്പെടുന്നു. ഈ ഭാവാധിപന്മാർ പരസ്പരം ദൃഷ്ടി വരികയോ ഒരുമിച്ച് നിൽക്കുകയോ പരസ്പരം കേന്ദ്ര ത്രികോണങ്ങളിൽ വരികയോ ചെയ്താൽ ക്ഷേത്രത്തിൽ ദേവസാന്നിധ്യം ഉണ്ട് എന്നർത്ഥം. ഉണ്ട് എന്നർത്ഥം. അതിൻ്റെ താഴെ അഷ്ടമം കൊണ്ട് മഹാനിവേദ്യത്തെയാണ് ചിന്തിക്കേണ്ടത്. അഷ്ടമം കൊണ്ട് മഹാനിവേദ്യത്തെയാണ് ചിന്തിക്കേണ്ടത്. അഷ്ടമം കൊണ്ട് മഹാനിവേദ്യത്തെയാണ് ചിന്തിക്കേണ്ടത്.
പാൽപായസം, ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നൽകുന്ന നിവേദ്യങ്ങൾ, ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നൽകുന്ന നിവേദ്യങ്ങൾ, ഇവയൊക്കെയാണ് 8 കൊണ്ട് ചിന്തിക്കേണ്ടത്. സർ, ഒന്നിൽ കൂടുതൽ മൂർത്തികൾ ഉണ്ടെങ്കിൽ ഏത് ദേവന്റെ സാന്നിധ്യമാണെന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ? ക്ഷേത്രത്തിൽ ഒന്നിൽ കൂടുതൽ മൂർത്തികൾ ഉണ്ടെങ്കിൽ ദേവസാന്നിധ്യം ഉണ്ടെന്ന് പറയാം. ഏത് ദേവന്റെയാണ് സാന്നിധ്യം എന്ന് പറയാൻ സാധിക്കുമോ? അതാണ് പറഞ്ഞത്, ദേവസാന്നിധ്യം കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയല്ല. ഏത് ദേവനെന്നുണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് ലഗ്നത്തിൻ്റെ കേന്ദ്രത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ വെച്ചിട്ടാണ്. അത് നമുക്ക് രണ്ടാമത് പഠിക്കാം. അതായത് മാർത്താണ്ഡ ഉദയദൃഷ്ടി കേന്ദ്രഗതയ സിംഹസ്യ ലഗ്നസ്ഥിതി ശംഭോ സന്നിധ സൂചക എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അതുപോലെ അർക്കശംഭുരു ഉദാഹൃതോ അഖിലഗ്രഹേഷ്വർക്കോ യതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ അത് ലഗ്ന കേന്ദ്രത്തിൽ ലഗ്നം കേന്ദ്രത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. പ്രധാന പ്രതിഷ്ഠ ആര് എന്നൊക്കെ ചിന്തിക്കേണ്ട വഴികളുണ്ട്. അത് വേറെ. ഇവിടെ പറയുന്നത് സാന്നിധ്യമുണ്ടോ, ദേവൻ അവിടെ ഉണ്ടോ എന്നുള്ളതാണ്. അതോ പ്രേതാത്മാക്കളാണോ, ദേവന്റെ സാന്നിധ്യം പൊതുവായ ഒരു കാഴ്ചപ്പാടാണ്, ഒരു കോമൺ അപ്രോച്ച്. ഇന്ന ദേവൻ എന്നല്ല. ഏത് ദേവൻ എന്നുള്ളത് ലഗ്നത്തിനെ കൊണ്ടും 5ഉം 8ഉം ഒക്കെ എടുക്കും. നമ്മൾ 4-ാം ഭാവത്തിന് എടുക്കും. 4 കുടുംബ ദേവതയാണെങ്കിൽ 4-ാം ഭാവത്തിന് എടുക്കും, ലഗ്നത്തിന് എടുക്കും. ലഗ്നത്തിന്റെ കേന്ദ്രത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ വച്ചിട്ട് ചിന്തിക്കും. നമ്മളിപ്പോ ഈ ദേവപ്രശ്നത്തിൽ ചിന്തിക്കുമ്പോ ഈ പ്രധാന ദേവനല്ലേ അവിടെ മുഖ്യമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്? അതാണ് പറഞ്ഞത്. പ്രധാന ദേവൻ എന്ന് പറയുന്നത് മാർത്താണ്ഡ ഉദയ ദൃഷ്ടി കേന്ദ്രഗതയ സിംഹസ്യ ലഗ്നസ്ഥിതി ശംഭോ സന്നിധ സൂചക. മാർത്താണ്ഡന്റെ രാശി ഉദയരാശി ലഗ്നമായിട്ടോ ആരൂഢമായിട്ടോ വരികയും അതിൻ്റെ അധിപനായ സൂര്യൻ കേന്ദ്രത്തിൽ നിൽക്കുകയും ചെയ്താൽ ശിവന്റെ സാന്നിധ്യം ഉണ്ടതിന് ലഗ്നത്തിനെ വച്ചിട്ട് തന്നെ ചിന്തിക്കും. ലഗ്നാധിപൻ കേന്ദ്രത്തിലുണ്ട്. ലഗ്നത്തിൽ ദൃഷ്ടിയുള്ള ഗ്രഹം, ലഗ്നത്തിന്റെ കേന്ദ്രത്തിൽ നിൽക്കുന്ന ഗ്രഹം, ലഗ്നാധിപൻ, അതിനെ വച്ചിട്ട് അതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത് ഒരു എക്സാമ്പിൾ പ്രശ്നത്തിലേ മനസ്സിലാവുകയുള്ളൂ. അതെടുക്കുന്നത് 2-3 ആരൂഢങ്ങളൊക്കെ എടുക്കും. സ്വർണ്ണാരൂഢം എടുക്കും, പിന്നെ സ്പൃശ്ചാ സമയത്തിനുള്ള ആരൂഢം എടുക്കും, പിന്നെ താമ്പൂല ആരൂഢം എടുക്കും. ഇതെല്ലാം കൂടി നോക്കിയിട്ട് ചിന്തിച്ചെടുക്കേണ്ടി വരും. നല്ല ജോലിയാണത്. സംശയം ചോദിച്ചോ? അടുത്ത 8-ൽ സൂര്യൻ നിൽക്കുക അല്ലെങ്കിൽ സൂര്യന്റെ ദൃഷ്ടി വരിക. എഴുതിക്കൊള്ളു. 8-ൽ സൂര്യൻ നിൽക്കുക, സൂര്യന്റെ ദൃഷ്ടി വരിക എങ്കിൽ നിവേദ്യം വേവ് കുറവ്, നിവേദ്യത്തിന് വേവ് കുറവ്, ഇതുപോലെ ചന്ദ്രനാണെങ്കിൽ വേവ് കൂടുതൽ, ചൊവ്വയാണെങ്കിൽ കരിഞ്ഞത് അടിയിൽ പിടിച്ചത്, ശനിയാണെങ്കിൽ അളവിൽ കുറവ്, രുചി കുറവ്, തണുത്തത്.
ശനിയാണെങ്കിൽ അളവിൽ കുറവ്, തണുത്തത്, രുചി കുറവ്. രുചിക്കുറവ്. രാഹു ആണെങ്കിൽ വിഷാംശമുള്ളതും ഗുളികനാണെങ്കിൽ തലമുടി പ്രാണികൾ ഉള്ളതും. രാഹു ആണെങ്കിൽ വിഷാംശമുള്ളതും, മാന്യയാണെങ്കിൽ തലമുടി ഉള്ളതും പ്രാണികൾ ചത്തുകിടക്കുന്നതുമായിരിക്കും. അതുപോലെ 8 കൊണ്ട് ചിന്തിക്കേണ്ട പരിജനങ്ങൾ. ഒരു പരിജനം എന്നൊരു വാക്കെട്ടിൽ വന്നില്ലേ, ശ്രദ്ധിച്ചോ? പരിജനം എന്നൊരു വാക്ക് എട്ടിൽ വന്നു. അതായത് ഏത് പരിജനം വരും അവിടെ? 3-ാം ഭാവം കൊണ്ട് പരിജനത്തിനെ പറഞ്ഞു. 3-ാം ഭാവം കൊണ്ട് പറയുന്ന പരിജനം ആരൊക്കെയാണ്? നെല്ല് കുത്തുന്നവര്, പാത്രം കഴുകുന്നവര്, അടിച്ചു തളിക്കാര്, നിവേദ്യം ഒരുക്കി വയ്ക്കുന്നവര്. പുറം ജോലികളെന്നർത്ഥം. ക്ഷേത്രത്തിന്റെ പുറം ജോലികളെന്നർത്ഥം. ഇനി 8 കൊണ്ടുള്ളത് ചന്ദനം, മാല, പുഷ്പങ്ങൾ ഇവ കൊടുക്കുന്നവരും. 8 കൊണ്ട് ചിന്തിക്കേണ്ട പരിജനങ്ങൾ എന്ന സ്ലൈഡ് കയറ്റിങ്ങിട്ടുള്ളൂ. 8 കൊണ്ട് ചിന്തിക്കേണ്ട പരിജനങ്ങൾ. മാല, പുഷ്പങ്ങൾ ഇവ കൊടുക്കുന്നവർ എന്ന് വെച്ചാൽ എടുത്തു കൊടുക്കുന്നവർ. മാലയും പുഷ്പമൊക്കെ എടുത്തു കൊടുക്കുക. അകത്ത് ചാർത്തേണ്ടത്, മാലയും പുഷ്പമൊക്കെ അകത്ത് ചാർത്തേണ്ടതാണ്. എടുത്തു കൊടുക്കുന്നവർ. ശംഖ് വിളിക്കാർ, വാദ്യക്കാർ തുടങ്ങിയവർ. ശംഖ് വിളിക്കുന്നവരൊക്കെ ഉള്ളിൽ വരുന്നവരാണ്. 8 കൊണ്ട് ചിന്തിക്കേണ്ടതാണ്. വാദ്യക്കാരെയൊക്കെ 8 കൊണ്ട് ചിന്തിക്കണം. പൂക്കൾ, മാലയും പുഷ്പങ്ങളും ഒക്കെ എടുത്തു കൊടുക്കുന്നവര്, ഇതൊക്കെ 8 കൊണ്ട് ചിന്തിക്കണം. മനസ്സിലായോ? അതൊന്ന് ചർച്ച ചെയ്തിട്ട് പോകണം. 3-ഉം 8-ഉം തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലായോ? മനസ്സിലായി സർ. 3-ഉം 8-ഉം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ എന്ന് ചോദിച്ചു. 3 കൊണ്ട് ചിന്തിക്കേണ്ട നിവേദ്യം എന്ന് പറയുന്നത് പുറത്തുള്ള പടുക്കയ്ക്കെടുക്കുന്ന വെറ്റ, പാക്ക്, അവല്, പൊരി ഇതൊക്കെ വരുള്ളൂ പുറത്തെടുക്കുന്നത്. 3 കൊണ്ട് ചിന്തിക്കേണ്ട പരിചാരകന്മാര്, നെല്ല് കുത്തുന്നവര്, അടിച്ചു തളിക്കാര്, പിന്നെ ഇങ്ങനെയുള്ള അടിച്ചു തളിക്കാര്, പാത്രശുദ്ധിനി, പാത്രം വൃത്തിയാക്കുന്നവരൊക്കെയാണ്. 8 കൊണ്ട് ചിന്തിക്കേണ്ട പരിചാരകന്മാരെന്ന് പറയുന്നത് വാദ്യക്കാര്, മാല, പൂവ്, മാല എടുത്തു കൊടുക്കുന്നവര്, ശംഖ് വിളിക്കാര്, ഇവരൊക്കെയാണ്. ക്ലിയറാ പറഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ കാര്യങ്ങൾ നമ്മളിതിന് പോകെ പഠിച്ചോളാം. ഇനി 9 കൊണ്ട് ചിന്തിക്കേണ്ട ധർമ്മേണ പുണ്യം ക്ഷേത്രേശ ശാത കർമാണി കർമ്മണ നിത്യാന്യ ഉത്സവാദീന് ചിന്ത്യ ദേവകലാഭി എന്ന് പറയുന്നുണ്ട്. 9-ാം ഭാവം കൊണ്ട് പുണ്യം, ക്ഷേത്രാധിപന്മാര് എന്നിവരെ ചിന്തിക്കാം. പുണ്യം എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും?
ഭാഗ്യ, ദയ, പുണ്യ, തപസ്താത, സുതാത്മജൻ, ദാനം, ഉപാസന, ഇങ്ങനെയൊക്കെ നമ്മൾ 9-ാം ഭാവത്തിനെ കുറിച്ച് പഠിച്ചു. അതിൽ പുണ്യവും പ്രധാനമായിട്ട് 9-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ട ക്ഷേത്രേശന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, കാഷ്യർ അടങ്ങുന്ന ഭരണവർഗക്കാരെ 9 കൊണ്ട് ചിന്തിക്കാം. 9 കൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഭരണവർഗക്കാരെ ചിന്തിക്കണം. ഭരണം നടത്തുന്നവർ. ഇതൊക്കെ വലിയ ക്ഷേത്രങ്ങൾ, കുടുംബക്ഷേത്രങ്ങളിലൊന്നും ഉണ്ടാവില്ല. കുടുംബക്ഷേത്രത്തിൽ എല്ലാം കൂടെയൊക്കെ കുറച്ച് പേരെ കാണുകയുള്ളൂ. വലിയ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രേശന്മാരുടെ ഉള്ള വലിയ ക്ഷേത്രങ്ങളിലേ ഉണ്ടാവും. ക്ഷേത്രേശൻ എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ഭരണവർഗക്കാർ, പ്രസിഡന്റ്, സെക്രട്ടറി അടങ്ങുന്നവരും. അതുപോലെ പുണ്യം, 9-ാം ഭാവം കൊണ്ട് പുണ്യവും ക്ഷേത്രാധിപന്മാരെയും ചിന്തിക്കണം. 10 കൊണ്ട് എന്താണ്? പൂജാദികളെയും ഉത്സവത്തെയും ശാന്തിക്കാരനെയും 10 കൊണ്ട് ചിന്തിക്കണം. നിത്യാന്യ ഉത്സവാദിനി ചിന്ത്യ ദേവകല ദേവലക ദേവലകൻ എന്ന് വെച്ചാൽ എന്താണ്? ദേവലകൻ എന്ന് വെച്ചാൽ പോറ്റിയിൽ ഒരു വർഗക്കാരാണ്. പൂജകന്മാര് അവർ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ, ഹോമങ്ങളിലൊന്നും പങ്കെടുക്കാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരാണ് ദേവലകൻ എന്ന് പറയുന്നത്. ദേവലകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ പൂജകൻ. അത്രയും അറിഞ്ഞിരുന്നാൽ മതി. പൂജകനാണ് ദേവലകൻ. ഉത്സവം, ക്ഷേത്രത്തിൻ്റെ പൂജകൻ. നിത്യ പൂജാതി കർമ്മങ്ങൾ, ഉത്സവങ്ങൾ, ശാന്തിക്കാരെയൊക്കെ 10 കൊണ്ട് ചിന്തിക്കാം. അതായത് നിത്യപൂജകൾ, ഉത്സവം, ശാന്തിക്കാര്. നിത്യപൂജ, ഉത്സവം, ശാന്തി, ഇതൊക്കെ 10 കൊണ്ട് ചിന്തിക്കാം. ഒന്ന് എഴുതിക്കൊള്ളണം. ധർമ്മേണ പുണ്യം 9. ധർമ്മേണ പുണ്യം ക്ഷേത്രേശ അത കർമാണി ധർമ്മേണ പുണ്യം ക്ഷേത്രേശ. അത്രയും തന്നെ. ധർമ്മേണ പുണ്യം ക്ഷേത്രേശ. എന്നിട്ട് താഴെ എഴുതിക്കൊള്ളും. 9-ാം ഭാവം കൊണ്ട് സാർ ക്ഷേത്രേശ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ള വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ. 10-ാം ഭാവത്തിൽ വരുന്നതാണ്. അപ്പൊ നമ്മൾ ക്ഷേത്രേശ മാത്രം മതി. ക്ഷേത്രേശ, ധർമ്മേണ പുണ്യം ക്ഷേത്രേശ എന്ന് എഴുതിയാൽ മതി. അത്രയും മതി. 9-ാം ഭാവം കൊണ്ട് പുണ്യം, ധർമ്മം, ക്ഷേത്രത്തിന്റെ ഭരണവർഗക്കാർ. പുണ്യം, ധർമ്മം, ക്ഷേത്രത്തിന്റെ ഭരണവർഗക്കാർ എന്നിവരെ ചിന്തിക്കാം. ചിന്തിക്കാം. അടുത്ത 10. നിത്യാന്യ ഉത്സവാദീനി ചിന്ത്യ ദേവലക
നിത്യാന്യ ഉത്സവാദീനി ചിന്ത്യ ദേവലക. 10ാം ഭാവം കൊണ്ട് നിത്യ പൂജകളും ഉത്സവവും ശാന്തിക്കാരെയും ചിന്തിക്കാം. നിത്യപൂജകളും ഉത്സവവും ശാന്തിക്കാരെയും ചിന്തിക്കാം. ശാന്തിക്കാരെയും ചിന്തിക്കാം. അടുത്ത 11 ഇവിടെ എഴുതിയിട്ട് പറഞ്ഞുതരാം. എഴുതണം. സുഹൃതം ച സുഹൃതം ച ധനായാനം ആപ്യായേന ധനായാനമാപ്യായേന ധനായാനം ആപ്യായേന വിചിന്തയേത്. സാറേ ആഭ്യാണോ ആഭ്യായാണോ? ആദ്യത്തെ പായില് പ്യാ നടും. പ്യായേന ആപ്യായേന. ആദ്യത്തെ പന എന്നുള്ള ആപ്യായേന വിചിന്തയേത്. അടുത്ത് 12 അതിൻ്റെ അർത്ഥം എഴുതിക്കൊള്ളണം. 11ാം ഭാവം കൊണ്ട് സുഹൃതം ധനാഗമം എന്നിവയെ ചിന്തിക്കാം. 11 കൊണ്ട് സുഹൃതവും ധനാഗമവും ചിന്തിക്കാം. അടുത്ത 12 ധനനാശ വ്യയ ആചാര്യ. ധനനാശ വ്യയ ആചാര്യ ചിന്ത്യ. ധനനാശ വ്യയ ആചാര്യ ചിന്ത്യ. വ്യയരാശിന ധനനാശ വ്യയ ആചാര്യ ചിന്ത്യ വ്യയരാശിന. ധനനാശം വ്യയം തന്ത്രി. ഇവരെ 12 കൊണ്ട് ചിന്തിക്കാം. ധനനാശം വ്യയം തന്ത്രി. ഇവരെ 12 കൊണ്ട് ചിന്തിക്കാം. നമ്മൾ ഒരുവിധം കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത്.
ഇനി ഓരോ ഭാവത്തിനെയും എക്സ്പാൻഡ് ചെയ്ത് പഠിക്കണം. ഓരോ ഭാവത്തിനെയും എങ്ങനെയൊക്കെ ചിന്തിക്കണം എന്ന് എക്സ്പാൻഡ് ചെയ്ത് പഠിക്കണം. അത് ആ ബുക്കിൽ തന്നെ പറയുന്നുണ്ട്. ബുക്ക് കുറച്ച് ഒരുമാതിരി ഒരു കട്ടി ബുക്കാണ്. എന്ന് പറഞ്ഞാൽ കുറെ അറിയപ്പെട്ടവർക്കേ മനസ്സിലാവുള്ളൂ. സാറേ ഒരു സംശയം, 4-ാം ഭാവം സാറ് പറഞ്ഞില്ലേ, അത് പ്രാസാദ മണ്ഡപമാണോ അല്ലെങ്കിൽ പ്രസാദ മണ്ഡപം എന്നാണോ? പ്രാസാദ മണ്ഡപം. ആ പ്രാസാദം. ഓക്കെ. പ്രാസാദ മണ്ഡപം. പ്രാസാദമാണ്. പ്രാസാദം, മണ്ഡപം, തിടപ്പള്ളി മുതലായ ഉപഗ്രഹങ്ങളാണ്. ഇതിൽ കുറച്ചൊക്കെ ശ്ലോകങ്ങൾ കുറച്ചൊക്കെ പഠിക്കണം. ഒരുപാടൊന്നും പഠിക്കണ്ട, കുറച്ചൊക്കെ പഠിക്കണം. വേറെയും ബുക്കുകൾ ഉണ്ട്. ഇത് മാത്രമല്ല, വേറെ ബുക്കുകളും കൂടി ബേസ് ചെയ്തായിരിക്കും പറഞ്ഞു തരുന്നത്. ഈ ബുക്കിൽ ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നുമില്ല, ചെറുതായി ഇങ്ങനെ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പോവുകയുള്ളൂ. വേറെ ബുക്കുകൾ കൂടി റെഫർ ചെയ്താണ് പറഞ്ഞു തരാൻ പോകുന്നത്. കുറച്ച് കഴിഞ്ഞ ബാച്ചിനേക്കാളും കുറേ കൂടെ പുതിയ കാര്യങ്ങൾ കുറേ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ബാച്ച് ചെയ്യാക്കാൻ പോകുന്നത്. പക്ഷെ ഇതൊരു കാര്യം, പ്രധാനപ്പെട്ട ശ്ലോകം പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ വായിച്ചുകൊണ്ട് വന്നാലേ ഇനി പറയുന്നതെല്ലാം മനസ്സിലാവുള്ളൂ. സാറേ 2ഉം 11 ഭാവം കൊണ്ട് ധനം ചിന്തിക്കുകയും എങ്ങനെ? 2ഉം 11 ഭാവം കൊണ്ട് 2ഉം 11 ധനഭാവങ്ങളാണ്. 2 ധനാഗമം. 11 എല്ലാത്തിൻ്റെയും വരവിൻ്റെ സ്ഥാനമാണ്. 2ഉം 11 ധനത്തിൻ്റെ സ്ഥാനം. 11 കൊണ്ട് ചിന്തിക്കേണ്ട പ്രധാന വിഷയം സുഹൃതം. സുഹൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻജന്മം ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും കുടുംബക്കാരും ചെയ്തു കൂട്ടിയിട്ടുള്ള നന്മയും തിന്മയുടെയും ആകെ ഫലമാണ് സുഹൃതം എന്ന് പറയുന്നത്. ഇപ്പം ദേവൻ ചെയ്ത സുഹൃതം എന്ന് പറയാൻ പറ്റൂലല്ലോ. ഒരു മനുഷ്യ പ്രശ്നത്തിലാണെങ്കിൽ നമ്മൾ ആ വ്യക്തി ചെയ്തിട്ടുള്ള സുഹൃതങ്ങളും വ്യക്തിയും അവരുടെ ബന്ധുക്കളും ചെയ്തിട്ടുള്ള സുഹൃതം എന്ന് പറയാം. ഇവിടെ വരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര ഭരണവർഗക്കാരും കുടുംബക്കാരും ഒക്കെ ചെയ്തിട്ടുള്ള സുഹൃതം, സുഹൃതക്ഷയം ചെയ്തിട്ടുള്ള നന്മയും തിന്മയുടെയും ആകെ തുകയാണ് സുഹൃതം എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് 11 കൊണ്ട് ചിന്തിക്കേണ്ട പ്രധാന വിഷയം. 11 ബാധയാവുക, 11-ാം ഭാവതി അനിഷ്ടസ്ഥിതി വരിക, 11 പാപഗ്രഹങ്ങൾ നിൽക്കുക എങ്കിൽ സുഹൃതക്ഷയം ഉണ്ടെന്നർത്ഥം. സാർ, മറ്റു ബുക്കുകൾ റെഫർ ചെയ്യാനുള്ള ബുക്കുകളുടെ പേരൂടെ പറയാൻ വായിക്കാൻ വാങ്ങാമായിരുന്നു. ഏത്? ഇതുമായി ദേവപ്രശ്നവുമായി ബന്ധപ്പെട്ടേ വായനയ്ക്ക് ഏതൊക്കെ ബുക്കാണ് സജസ്റ്റ് ചെയ്യുന്നത്? ശങ്കരഗണകന്റെ ദേവപ്രശ്നം എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അത് കിട്ടാനില്ല, ആവശ്യക്കാരുണ്ടെങ്കിലേ പ്രിന്റ് ചെയ്യുള്ളൂ. ശങ്കരഗണകൻ ദേവപ്രശ്നം, ഓണക്കൂർ ശങ്കരഗണകന്റെ. അതുണ്ട് സാറേ. ഉണ്ടോ? ആ ബുക്ക് കയ്യിലുണ്ടോ? പിന്നെ വേറെയും ബുക്കുകളുണ്ട്, വലിയ ബുക്കുകളുണ്ട്. അതൊന്നും കിട്ടാനില്ല, ഇപ്പൊ കിട്ടാനില്ല. ഓണക്കൂർ ശങ്കരഗണകന്റെ ബുക്കുണ്ട്. ഓണക്കൂർ ശങ്കരഗണകന്റെ ബുക്കാണ് ദേവപ്രശ്നം. അത് വളരെ DC ബുക്സിന്റെയാണ്. വളരെ വില കുറവാണ്. പക്ഷെ അത് ഇപ്പോഴും ഇറക്കുന്നില്ല. കുറച്ചെന്തോ ഇടയ്ക്ക് എന്തോ കുറെ ഇറക്കിയിട്ടുണ്ട്, അത് തീർന്നു എന്ന് തോന്നുന്നു. ഒന്ന് നമ്മുടെ ബുക്ക് സ്റ്റാൾ പറഞ്ഞല്ല, നിങ്ങളുടെ പ്രഭു ബുക്സിൽ ഒന്ന് തിരക്കി നോക്കിയാൽ അറിയാം. പ്രഭൂസിലുണ്ടാവും. ഇതെന്തൊക്കെ ഉണ്ടെങ്കിലും ഇതിലൊക്കെ ഒന്നും വ്യക്തമായിട്ട് അവർ ശ്ലോകങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും എഴുതണമല്ലാതെ എക്സ്പ്ലനേഷൻസ് ഇതിനകത്തൊന്നുമില്ല. എക്സ്പ്ലനേഷൻസും വേറെ പല ബുക്കുകളിലുള്ളതും കൂടി ഉള്ള ബുക്കുകൾ ഉണ്ടെങ്കിലേ പഠിക്കാൻ പറ്റുള്ളൂ. അത് പറഞ്ഞു തരണമെന്ന് വെച്ചിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടാൽ മതി. വായിച്ചാലേ പറ്റുള്ളൂ. വായിക്കാൻ കഴിയും. ഒരു പ്രാവശ്യം വായിക്കാൻ പറ്റുമോ? വീട്ടിൽ നിന്ന് വായിക്കുമോ? ചെയ്യാം സാർ. വായിക്കാം സാറേ. അതേ പറ്റുള്ളൂ. നോട്ട്സ് കറക്റ്റ് ആയിട്ട് കിട്ടിയാലേ പറ്റുള്ളൂ സാർ. ബുക്ക് വാങ്ങിയാൽ ഞങ്ങളിപ്പോ ഉള്ളവർക്ക് വായിച്ചാലും ഒന്നും മനസ്സിലാവില്ല.
നോട്ട് കറക്റ്റാ തന്നേക്കാം. നോട്ട് ഞാൻ വേറെ നോട്ടുകൾ എൻ്റെ കയ്യിൽ ഉണ്ട്. ഞാൻ പഠിച്ച കാലത്ത് കുത്തിക്കുറിച്ച് വെച്ചിരുന്ന നോട്ടുകൾ കയ്യിലുണ്ട്. അതൊക്കെ വെച്ചിട്ട് അതിൽ പിന്നെ കുത്തിക്കുറിച്ച് വെച്ചിട്ടുള്ളതേ ഉള്ളൂ. വേറെ ഒന്നും നോട്ടായിട്ടൊന്നുമില്ല. നോട്ടൊന്നും നമുക്കൊന്നും ആരും തരുവൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതാണ്. സാറേ, ഇപ്പൊ ഈ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ദേവപ്രശ്നാമൃതം എന്ന് പറഞ്ഞ പുസ്തകം ഇറങ്ങിയിട്ടുണ്ടല്ലോ, അത് എങ്ങനെയുണ്ട്? അതുകൊണ്ട് ദേവപ്രശ്നാമൃതം എന്ന് പറയുന്നത് പിന്നെ MK കൃഷ്ണൻ നായർ സാറിന്റെ, പട്ടം കൃഷ്ണൻ നായർ സാറിന്റെ ബുക്കാണ്. അത് വലിയ കട്ടിയുള്ള ബുക്ക്, 2 വോളിയം ഉണ്ട്. അത് വാങ്ങിക്കാൻ പറ്റുമെന്നുള്ളവർ വാങ്ങുക. തിരുവനന്തപുരത്ത് പിന്നെ ഉണ്ട്, നമ്മുടെ പ്രഭു ബുക്സിലുണ്ട്. ദേവപ്രശ്നാമൃതം, ദേവപ്രശ്നാമൃതം. അത് ശരിക്കും കാര്യങ്ങൾ അതിനകത്തുണ്ട്, എല്ലാം ഉണ്ട്. അത് വായിക്കാന്നുണ്ടെങ്കിൽ എല്ലാം അതിനകത്ത് തന്നെ ആകും. വലിയ ബുക്കാണെങ്കിൽ ഒരു 500, 450, 500 രൂപയ്ക്കകത്തേ വിലയുള്ളൂ. വലിയ ബുക്കാണ്, നല്ല കട്ടി ബുക്ക്. അല്ലേ? 18-ാം തീയതി വരുമ്പോൾ എല്ലാം ഒന്ന് ഇതിനെതിരെ വായിച്ചുകൊണ്ട് വേണം ഇതിന്റെ അടുത്ത സെക്ഷനിലേക്കാണ് പോകേണ്ടത്. പിന്നെ ബാക്കി ഈ ഓരോ ഭാവത്തിനെ കുറിച്ചും വിശദീകരിച്ച് പഠിക്കണം. വിശദീകരിച്ച് പഠിച്ചിട്ട് ദേവന്റെ നിങ്ങൾ ചോദിച്ചല്ലോ, ദേവനൊക്കെ എങ്ങനെ ചിന്തിക്കുന്നത്, അത് പഠിക്കണം. അതുകൂടി പഠിച്ചിട്ട് എക്സാമ്പിൾ ഇടണം. നിങ്ങൾ നേരെ പഠിക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു തന്ന് തീർക്കാം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം. നിങ്ങൾ നേരെ പഠിക്കണം. പഠിക്കാൻ പറ്റുമോ സാറേ? ഇതൊരു സാധാരണ സബ്ജക്റ്റ് അല്ലല്ലോ. പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ നിരീക്ഷണ പാഠവും പോലെ ആയിരിക്കും അതിൽ മുന്നേറാൻ പറ്റുന്നത്. ഇതെല്ലാം നിരീക്ഷണങ്ങളാണ്. അതാണ് പോയിന്റ്. എത്തണം അതിന്. ആദ്യം കുറെ തിയറി പഠിക്കുക. തിയറി പഠിക്കുമ്പോഴേ അത്രയും സംശയമേ കാണുകയുള്ളൂ. തിയറി പഠിച്ചിട്ട് എക്സാമ്പിൾ പഠിക്കുമ്പോഴേ അത് ക്ലിയർ ആവുള്ളൂ. എങ്ങനെ എടുക്കണമെന്നുള്ളത് എക്സാമ്പിളിലൂടെ ക്ലിയർ ആവുള്ളൂ. നമ്മളൊക്കെ എക്സാമ്പിൾ പഠിച്ചിട്ടാണ് തിയറി പഠിച്ചത്. എക്സാമ്പിൾ പഠിക്കുമ്പോൾ ഒരുപാട് സംശയം വരും, പിന്നെ തിയറി പഠിച്ചു. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ വലിച്ചു നീട്ടാതെ പെട്ടെന്ന് പറഞ്ഞു തന്നതാണ്. ക്ലാസ്സിനായിട്ട് വലിച്ചു നീട്ടണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഭാവചിന്തയിലേക്ക് തന്നെ നേരെ കിടന്നത്. ഭാവചിന്ത അടുത്ത ഒരു ക്ലാസ് കൂടി ഭാവചിന്ത കഴിഞ്ഞിട്ട് ദേവസ്ഥാനം പഠിക്കണം. ദേവനെ ചിന്തിക്കുന്നത് എങ്ങനെയെന്ന്. ദേവനെ ചിന്തിക്കുന്നത് പഠിക്കുമ്പോൾ എക്സാമ്പിൾ ഇട്ടേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഇന്നത്തെ പൊതുവെ നല്ല എങ്ങനെ ഇന്നത്തെ ക്ലാസ് ഒന്ന് സാധാരണ ജ്യോതിഷ ക്ലാസ് എന്ന് പറയുമ്പോൾ കുറെ ബോറിംഗ്, എല്ലാവർക്കും അത് അങ്ങോട്ട് പറ്റത്തില്ലല്ലോ. പക്ഷെ ഇന്നത്തെ ക്ലാസ് പൊതുവെ നല്ല നമുക്ക് സാധാരണ നിലയിൽ മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് സാർ പറഞ്ഞു തന്നെ. അതുകൊണ്ട് കുഴപ്പമില്ല. ഇതെങ്ങനെ മനസ്സിലാവുന്നുണ്ടോ? ഇന്നത്തെ കാര്യങ്ങളും കുഴപ്പമില്ലാതെ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ ഇനി പോകുമ്പോൾ ഇതിനെക്കാളും എളുപ്പമായിട്ടേ പോവുള്ളൂ. ഇതിനെക്കാളും കഷ്ടപ്പെടൂല. ഇത് ആദ്യത്തെ ക്ലാസ് കുറച്ച് എളുപ്പമായിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി സിമ്പിളാണ്, വളരെ സിമ്പിളാണ്, വളരെ 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 സിമ്പിളാണ്. ഇതേ പ്രയാസമുള്ളൂ. ഇതിനെക്കാളും പ്രയാസമായിട്ട് ഒന്നും വരില്ല. അത് ദേവനെ ചിന്തിക്കുന്ന കാര്യം മാത്രം കോംപ്ലിക്കേറ്റഡ് ആണ്. അത് മാത്രം ചെറിയൊരു പ്രശ്നം, സംശയങ്ങൾ വരും. വേറെ എല്ലാം എളുപ്പമാണ്. വളരെ ഒരു കാര്യവുമില്ല, ഒരു പ്രയാസവുമില്ല. കുടുംബ പ്രശ്നം പോലുള്ള പ്രയാസമൊന്നും ദേവപ്രശ്നത്തിലില്ല. അത് ദേവപ്രശ്നാമൃതം അത് വലിയ ബുക്കാണ്. അതിന്റെ 2ാം ഭാഗമാണ് കൂടുതൽ ആവശ്യം വരുന്നത്. 1-ാം ഭാഗമുണ്ട്, 2-ാം ഭാഗമുണ്ട്. അത് രണ്ടും കൂടെ 160, 550 രണ്ടും. ഇങ്ങനെ 1-ാം വാള്യത്തിന് 160 രൂപ, 2-ാമത്തേതിന് 550 രൂപ. 2-ാമത്തേല് 550. വലിയ ബുക്കാ, വലിയ ബുക്ക്. 1-ാമത്തത് കയ്യിലുണ്ടോ? രണ്ടും ഉണ്ടല്ലേ? ഉണ്ടോ? രണ്ടും ഉണ്ട് സാറേ. പിന്നെ അത് പഠിച്ചാൽ മതി. അതിനകത്ത് എല്ലാ കാര്യവും പറയുന്നുണ്ട്. 2-ാമത്തെ 846 പേജ് ഉണ്ട് മൊത്തം. എങ്ങനെ മനസ്സിലാവുന്നുണ്ടോ പഠിക്കുമ്പോഴേ? അത് സാമാന്യം ജ്യോതിഷവുമായി ബന്ധമുള്ളവർക്ക് മനസ്സിലാവത്തില്ല. അത് കുറച്ച് കട്ടിയാണ് സാധനം. അത് വളരെ നിങ്ങളുടെ ആദ്യം ഒന്ന് സമാധാനിച്ച് ഈ ഭാവചിന്തകൾ അത്രയും ഒന്ന് ഭംഗിയാ പഠിക്കാൻ നോക്കണം.
കുറേ പഠിച്ചതിന് ശേഷമേ ആ ബുക്ക് എടുക്കാവൂ. അതിനു മുമ്പ് ആ ബുക്ക് എടുത്താൽ ആകെ ഓടിപ്പോകും. ഈ അതുകൊണ്ടാണ് ചില ദേവപ്രശ്നാമൃതത്തിന്റെ ഓതർ ബുക്കുകൾ ആരാ പേര് സാറേ? പറയാത്തത്. സാറേ ഇതിന്റെ ഓതർ ആരാണ് ഈ ദേവപ്രശ്നാമൃതത്തിന്റെ? SK കൃഷ്ണൻ നായർ, ശരി പട്ടം സാർ. കൃഷ്ണൻ നായർ സാർ എന്ന് പറയും. ഭയങ്കര പണ്ഡിതനാണ്. SK കൃഷ്ണൻ നായർ സാർ നന്ന വയസ്സായി. ഒരു ഭയങ്കരപ്പെട്ട ഒരു വർക്കാണത്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഒരു ബുക്ക് ഇറക്കണമെങ്കിൽ അത്രയും വാല്യൂ ആയിട്ടാണെങ്കിൽ അവർ ഇറക്കുന്നു. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആയിരിക്കും എന്ന് തോന്നണത്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാ. എല്ലാത്തിലും വരുന്നതും കൂടി ക്രോഡീകരിച്ച് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് എല്ലാം ഒരു ക്രോഡീകരണമാണ്. എല്ലാം കൂടെ ചേർത്ത്, അതായത് പ്രശ്ന കൗതുകത്തിൽ വരുന്നതും ഹോരാശാസ്ത്രത്തിൽ വരുന്ന കാര്യങ്ങളും പ്രശ്നമാർഗത്തിൽ വരുന്നതും ദേവപ്രശ്നത്തിന്റെ ഓണക്കൂറുകളുടെ ബുക്കിൽ വരുന്നതും മറ്റ് പല ബുക്കുകളും, അതായത് ഡിക്ഷണറി, മലയാള ഡിക്ഷണറി വരെ എല്ലാം അടിച്ചു കലക്കിയിട്ടുണ്ട്. ഭാഷാ നിഘണ്ടു, ഓരോ ചില വാക്കുകൾക്ക് അർത്ഥം ഡിക്ഷണറിന് എടുത്തിട്ടുണ്ട്, മലയാള നിഘണ്ടുവിന് എടുത്തിട്ടുണ്ട്, നവഭാഷാ നിഘണ്ടു, അതിനൊക്കെ എടുത്ത് എല്ലാം കോട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ചുമ്മാ ഭയങ്കരപ്പെട്ട ബുക്കാണത്. ഒരുപാട് കാരണം ഒത്തിരി പുസ്തകങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഒരുപാട് ബുക്കുകൾ റെഫർ ചെയ്തിട്ടാണ് എഴുതിയേക്കുന്നത്. തുച്ഛമായ വിലയെ ഇട്ടിട്ടുള്ളൂ. ഒരു 1500 രൂപയെങ്കിലും ഇടേണ്ട ബുക്കാണ്. അതിന് അത്ര വലിയ ബുക്കാണ്. അത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് വില കുറച്ച് കിട്ടുന്നത്. അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇതിന് ഈ വില കിട്ടത്തില്ല. അത് നല്ല പേപ്പറിൽ നല്ല പ്രിന്റിങ്, നല്ല പേപ്പറിലാണല്ലോ. അത് വാങ്ങാൻ കഴിയുന്നുള്ളവർ വാങ്ങി അതിനെ റെഫർ ചെയ്യുക. പക്ഷെ അതിനകത്ത് എല്ലാം വരും. വാസ്തു സംബന്ധമായ കാര്യങ്ങൾ, കിണറിനെ കുറിക്കുന്നത്, മുഹൂർത്തത്തിന്റെ കാര്യങ്ങൾ, ഓരോ ഭാവത്തിന്റെ ചിന്തകൾ, ദേവപ്രശ്നത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രശ്നമാർഗത്തിൽ വരുന്നതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. താമ്പൂലത്തിനെ കുറിച്ച് സംബന്ധിക്കുന്നത് എല്ലാം ഉണ്ട്. സെക്കൻഡ് വോളിയൂമിലാണ് ഇതെല്ലാം വരുന്നത്. അത് നിധീയ ഭാവചിന്ത എന്നും പറയുന്നത്. അവിടെയാണ് നിധി, കോശം, ധനവരവ്, രക്ഷകന്മാർ, ഭണ്ഡാരം, വിത്തം, അറ, പെട്ടി, പുരാതന ദ്രവ്യം, ലാഭാദി, അശനാദി, വിദ്യാഭ്യാസം, എഴുത്തുപള്ളി, അംഗക്കളരികൾ, ഇങ്ങനെ 23 വിഷയങ്ങളാണ് വരുന്നത്. പക്ഷെ ഇതിനൊക്കെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിലേ പറ്റുള്ളൂ. അതിൽ വരണത് ദൈവാനുകൂല്യ ചിന്ത, ചതുർവിഷ ദുഷ്കൃതങ്ങള്, പിന്നെ പാവനിരൂപണം, ബാധാമൂർത്തികള്, ദേവതകളും ഗ്രഹങ്ങളും, പിന്നെ എല്ലാം പറയുന്നുണ്ട്. ദേവതകളും ഗ്രഹങ്ങളും എല്ലാം പറയുന്നുണ്ട്. പിന്നെ ദേവപ്രശ്നത്തിൽ പ്രധാനമായി ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കുറേ താമ്പൂലം, ക്ഷേത്രവാസ്തു, ദ്രേകാണ സ്വരൂപം, പിന്നെ പ്രതിഷ്ഠകളെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ചെറിയൊരു അറിവ് നമുക്ക് വേണം. ആ കാര്യം എല്ലാം പറയുന്നുണ്ട്. തന്ത്ര സമുച്ചയം എല്ലാം സാറ് ശരിക്കും പഠിച്ച് അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട്. തന്ത്ര സമുച്ചയത്തിൽ വരുന്ന കാര്യങ്ങൾ ബിംബത്തിന്റെ അളവുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആ ബുക്കും കൂടി ഞാൻ റെഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കാനില്ല. ആ ബുക്ക് കൂടി റെഫർ ചെയ്താണ് പറഞ്ഞു തരുന്നത്. ആ ബുക്ക് റെഫർ ചെയ്യുമ്പോൾ ഞാൻ പേജും കൂടി പറഞ്ഞു തരാം. അതുപോലെ മതിയല്ലോ. ആ ഭാഗങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. സ്മാർട്ടായിട്ട് പഠിക്കാൻ ഒരു പ്രശ്നം അവതരിപ്പിക്കാൻ അത്രയും മതി. ഈ പ്രശ്നത്തിന് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരാരും എല്ലാം കാണാതെ പഠിച്ചവരൊന്നുമല്ല. എല്ലാം പഠിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. ആ ബുക്ക് എടുക്കുമ്പോൾ ആ ബുക്കിലെ പേജ് പറഞ്ഞുതരാം. പിന്നെ ഇങ്ങനെ കിട്ടുമെന്നൊക്കെ ചോദിച്ചാൽ വലിയ പാടാണ്. ബുക്ക് വാങ്ങിച്ചാലേ പറ്റുള്ളൂ. അതിനകത്തുള്ളത് പറഞ്ഞു. എല്ലാവരും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തിരക്കിയാൽ മതി, കിട്ടും. തിരുവനന്തപുരത്ത് അവിടെ കിട്ടും. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തിരക്കിയാൽ കിട്ടും. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, തിരുവനന്തപുരം. സാറേ ഇത് പ്രശ്നഭാഷ എന്നാണ് അതിന്റെ പേര്. എന്ത്? ദേവപ്രശ്നാമൃതം 2ാം ഭാഗം.
അതിലൊരു ബയണ്ടിൽ ഒരു ചെവല ബയണ്ടിൽ ഒരു ഗ്രഹനില ഇട്ടിട്ട് നടുക്ക് ദേവപ്രശ്നാമൃതം എന്നിട്ടുണ്ട്. ഒരു ഗ്രഹനിലയുടെ 12 കോളവും വരച്ചിട്ട് നടുക്ക് ദേവപ്രശ്നാമൃതം എന്നിട്ടിട്ടുണ്ട്. നല്ല പേപ്പറാണ്. നല്ല പേപ്പർ എന്ന് വെച്ചാൽ നമ്മൾ റിസർച്ച് വർക്കൊക്കെ ചെയ്യുന്നത് പിന്നെ പേപ്പറാണ്. കാണാമല്ലായിരുന്നു. ഈ തീസിസ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്നവർ ഉപയോഗിക്കുന്ന ക്വാളിറ്റി കൂടിയ പേപ്പറാണ്. ഇതാണ് പുസ്തകം, കാണാമോ എല്ലാവർക്കും? എന്ത്? അത് തന്നെ ദേവപ്രശ്നാമൃത കണ്ടല്ലോ. ദേവപ്രശ്നാമൃത നടുക്ക് വന്നിട്ട് ദേവപ്രശ്നാമൃതം ബാക്കി എഴുതിയിട്ടുണ്ട്. എന്നാലും കഴിയുന്നുള്ളവർ വാങ്ങുക, നല്ല ബുക്കാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, എടുത്തു വെച്ച് വായിച്ചിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടെ എന്ന് പറഞ്ഞിട്ട് ഓടിക്കളയരുത്. പറഞ്ഞു തരാം. ഞാൻ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ പേജുകളെല്ലാം കറക്റ്റാണ് പറഞ്ഞു തരാം. ഇന്ന പേജിൽ ഇന്നത് റെഫർ ചെയ്യാൻ. പക്ഷെ ആവശ്യമില്ലാത്തതൊന്നും പഠിക്കേണ്ട. ആവശ്യമില്ലാത്തത് പിന്നെ ഒരു കാര്യമുണ്ട്, വാസ്തുവിൻ്റെ ചില ആൾക്കാർ നമ്മളെ ഇടയിലുണ്ടാവും. അവർക്ക് 4-ാം ഭാവത്തിനെ കുറിച്ചുള്ള കാര്യവും പ്രതിഷ്ഠകളുടെ കാര്യവും ഒക്കെ പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. അവരതൊക്കെ പഠിക്കുക, കുഴപ്പമില്ല. ഓരോരുത്തർക്കും ഏത് പഠിച്ചാൽ മനസ്സിലാവും അതിനെയൊക്കെ ഭംഗിയാ പഠിക്കുക. ശരി, അപ്പോൾ ഇന്നത്തേക്ക് മതിയോ? ആരും വിഷമിക്കണ്ട. ഇനിയുള്ളത് ഇതിനേക്കാളും സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഇതിലെന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലേ ഉള്ളൂ. അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞിട്ടാണ് എടുത്തത്. ഇതൊന്ന് ഒരു പ്രാവശ്യം വായിച്ചു വയ്ക്കുക. വായിച്ച് വച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ പഠിക്കാൻ വരുമ്പോൾ എല്ലാ നോട്ടും ഒരുമിച്ചുണ്ടാകണം. ആ സമയത്ത് റെഫർ ചെയ്യാൻ പറയുമ്പോൾ തിരിച്ച് റെഫർ ചെയ്തോളണം. അപ്പോഴെൻ്റെ നോട്ടില്ല, അങ്ങിരിക്കുന്നു ഇങ്ങിരിക്കുന്നു എന്ന് പറയേണ്ട ഇടവ വരരുത്. വന്നു കഴിഞ്ഞാൽ പാടാണ്. എല്ലാം കൂടി ഒരു നോട്ടിനകത്ത് ഉണ്ടാകണം. നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് ഈ നോട്ടിൽ എവിടെ തന്നിട്ടുണ്ടെന്ന് എടുക്കാൻ പഠിക്കണം. ഇന്നടത്ത് ഉണ്ട് എന്ന് അറിഞ്ഞിരുന്നാൽ അങ്ങനെ റെഫർ ചെയ്ത് വരുമ്പോൾ കാണാതെ മനസ്സിലാവും. അതാണ് പഠിക്കാനുള്ള എളുപ്പ വഴി. ശരി, ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. നമസ്കാരം. താങ്ക് യു സർ.